നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ SSCRTയുടെ പാർട്ട് 2ലെ സ്വാതന്ത്ര്യത്തിനായുള്ള മുന്നേറ്റം എന്ന ലെസണിൽ കംപ്ലീറ്റ് ഈ ഒരൊറ്റ ക്ലാസ്സിൽ തീർക്കുകയാണ് കേട്ടോ. വരാൻ പോകുന്ന കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് തുടങ്ങിയ എല്ലാ എക്സാമുകൾക്കും ഒരുപോലെ പ്രയോജനമായിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അതില് 1909 മുതൽ 1947 വരെ ഇന്ത്യ ചരിത്രത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതേപോലെ തന്നെ നമ്മുടെ PSC എക്സാമുകളിൽ ചോദിക്കുന്ന ഏരിയകളുമാണ് എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ മുഴുവനായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ലെസൺ കൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് മാർക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് നമ്മുടെ ക്ലാസ്സുകൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താഴെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള വിമർശനങ്ങളും രേഖപ്പെടുത്തുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ്, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ആരുടെ സഹായിയായിട്ടാണ്? ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്? ദാദാ അബ്ദുള്ള ജവേരി. ദാദാ അബ്ദുള്ള ജവേരി ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരനായിരുന്നു. ഏതാണ്? ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരനാണ്. ഓക്കെ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയത് എപ്പോഴാണ് ഇന്ത്യയില്? 1915. നെക്സ്റ്റ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയത് ആരാണ്? ഗാന്ധിജി. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917 ബീഹാറില് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഗാന്ധിജി നേതൃത്വത്തിൽ ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ചത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ചത് 1917 ബീഹാറിലാണ്. നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഗാന്ധിജി ചമ്പാരനിൽ ഈ നീലം കർഷകരുടെ പ്രശ്നങ്ങൾ അറിയാൻ കാരണം? അവിടുത്തെ പ്രാദേശിക നേതാവായിട്ടുള്ള രാജ്കുമാർ ശുക്ല വഴിയാണ് ഗാന്ധിജി ചമ്പാരനിൽ എത്തുന്നത്. ഇതിലെല്ലാ ക്വസ്റ്റ്യൻ PQ ആണ്. ഞാൻ എഴുതാം കേട്ടോ. ക്വസ്റ്റ്യൻ PQ ഉള്ളതൊക്കെ ഞാൻ PQ എന്ന് അടയാളപ്പെടുത്തിയിട്ട് പോകാം. അഹമ്മദാബാദ് തുണിമിൽ സമരം ഇതൊരു നിരാഹാര സമരമായിരുന്നു കേട്ടോ. ഇത് പഠിക്കണം കേട്ടോ, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അഹമ്മദാബാദ് തുണിമിൽ സമരം അതൊരു നിരാഹാര സമരമായിരുന്നു. 1918 വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട്. അടുത്തത് 1918 തന്നെ ഖേദ കർഷക സമരം നടന്നിട്ടുണ്ടായിരുന്നു. അത് ഗുജറാത്തിൽ വെച്ചിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നികുതി ഇളവ് ആവശ്യപ്പെട്ടിട്ട്. അപ്പൊ 1917ലെയും 18ലെ ഈ രണ്ട് കാര്യങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ് എന്നും കൂടി നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. അവിടെ നീലം കർഷകരുടെ പ്രശ്നങ്ങളാണെങ്കിൽ അഹമ്മദാബാദ് വേതന വർധനവ് ആവശ്യപ്പെട്ട്, ഖേദ നികുതി ഇളവ് ആവശ്യപ്പെട്ട്. അതേപോലെ റൗലറ്റ് നിയമം നടപ്പിലാക്കിയത് ഏത് വർഷമാണ്? 1919. എന്താ റൗലറ്റ് നിയമം? എന്താണ് റൗലറ്റ് നിയമം? ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരുടെ മേൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു നിയമമാണ് അല്ലെ. എന്തൊക്കെയാണ് ഈ റൗലറ്റ് നിയമം കൊണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള കാരണങ്ങൾ? എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? അവിടെ വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലിൽ അടയ്ക്കാം, പൗരാവകാശങ്ങളെ തടയുക. ഇതൊക്കെയായിരുന്നു റൗലറ്റ് നിയമം കൊണ്ട് ബ്രിട്ടീഷുകാർ ലക്ഷ്യം വെച്ചത്. അപ്പൊ വാറന്റ് ഇല്ലാതെ ആരെ അറസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അത്രമാത്രം ക്രൂരമായിരിക്കും അല്ലേ. അതുപോലെ വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കുക, എല്ലാ പൗരാവകാശങ്ങളെയും ഇന്ത്യക്കാരായിട്ടുള്ള പൗരന്മാരുടെ അവകാശങ്ങളെയൊക്കെ തടയുക. അങ്ങനെ 1919 റൗലറ്റ് നിയമത്തിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നത്. 1919 ഏപ്രിൽ 6 വരാൻ പോകുന്ന എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോ, ഗാന്ധിജി ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്ത വർഷം 1919 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ്. ഗാന്ധിജി ദേശീയ ഹർത്താലിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ് കേട്ടോ. ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ്. ഗാന്ധിജി സത്യാഗ്രഹ സഭ രൂപീകരിച്ചത് എന്തിന്റെ ഭാഗമായിട്ടാണ്? അതും ദേശീയ ഹർത്താലിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ സത്യാഗ്രഹ സഭ രൂപീകരിച്ചത് ആരാണ്? ഗാന്ധിജി. എന്തിന്റെ ഭാഗമായി? ദേശീയ ഹർത്താലിന്റെ പ്രചരണത്തിന് വേണ്ടി. ഈ ഹർത്താലിന്റെ ഭാഗമായിട്ട് സമരം ശക്തമായ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ലാഹോറും പഞ്ചാബും കേട്ടോ. ആ പഞ്ചാബില് നേതൃത്വം കൊടുത്തത് ഡോക്ടർ സത്യപാലും സൈഫുദ്ദീൻ കിച്ചലുമാണ്. അതേപോലെ പട്ടാള നിയമം പ്രഖ്യാപിച്ചത് എവിടെയാണ്? അമൃത്സറിലാണ് കേട്ടോ. അതേപോലെ ഈ ഹർത്താലിന്റെ ഭാഗമായിട്ട് ഒരു പൊതുയോഗം ഗാന്ധിജി നടത്തിയിട്ടുണ്ടായിരുന്നു. അതെവിടെ? ജാലിയൻവാലാബാഗ് മൈതാനത്ത് കേട്ടോ. അമൃത്സറിലെ ജാലിയൻവാലാബാഗ് മൈതാനത്ത് 1919 ഏപ്രിൽ മാസം 13-ാം തീയതി. മറക്കോ ഇനി? അപ്പൊ ഗാന്ധിജി ദേശീയ ഹർത്താലിനെ വിശേഷിപ്പിച്ച് അദ്ദേഹം ദേശീയ ഹർത്താല് ആഹ്വാനം ചെയ്തത് 19 ഏപ്രിൽ 6-നാണ്.
ആ ഹർത്താലിനെ വിശേഷിപ്പിച്ചത് ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ്. ഗാന്ധിജി ദേശീയ ഹർത്താലിന്റെ ഭാഗമായിട്ട് ഒരു സത്യാഗ്രഹ സഭ രൂപീകരിച്ചു. ദേശീയ ഹർത്താലിന്റെ ഭാഗമായിട്ട് സമരം ശക്തമായ പ്രദേശങ്ങളാണ് ലാഹോറും പഞ്ചാബും. അതിൽ പഞ്ചാബ് നേതൃത്വം നൽകിയത് സത്യപാലും സൈഫുദ്ദീൻ കിച്ചലുവും. പട്ടാള നിയമം പ്രഖ്യാപിച്ചത് അമൃത്സറിലാണ്. ദേശീയ ഹർത്താലിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി പൊതുയോഗം നടത്തിയത് 1919 ഏപ്രിൽ മാസം 13 ജാലിയൻവാലാബാഗ് മൈതാനം, അമൃത്സർ കേട്ടോ. ആരുടെ ഉത്തരവ് പ്രകാരമാണ് ആ പൊതുയോഗത്തിലേക്ക് വെടിവെപ്പ് നടത്തിയത്? പൊതുയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ജാലിയൻവാലാബാഗ് മൈതാനത്തിൽ. അപ്പൊ അവിടെ വെടിവെപ്പ് നടത്തി. ആരുടെ നേതൃത്വത്തിൽ? ബ്രിട്ടീഷുകാരനായിട്ടുള്ള ജനറൽ റെജിനാൾഡ് ഡയർ എന്ന സൈനിക ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം ആ പൊതുയോഗത്തിലേക്ക് വെടിവെപ്പ് നടത്തുകയും 379 പേർ മരിക്കുകയും അങ്ങനെ ആ ജാലിയൻവാലാബാഗ് സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ്, ഇന്ത്യ ഗവൺമെന്റ് അല്ല, ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഗാന്ധിജി ഖിലാഫത്ത് പ്രശ്നം ഏറ്റെടുക്കാൻ കാരണം, അങ്ങനെ ഖിലാഫത്ത് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ഖിലാഫത്ത് പ്രശ്നം? 1914 മുതൽ 1918 വരെ ഒന്നാം ലോക മഹായുദ്ധം നടക്കുകയാണ് അല്ലെ. അതിലെ തുർക്കി രാജാവ് എന്ത് ചെയ്യാണ്? തുർക്കിയിലെ രാജാവിന് പരാജയം ഏൽക്കുകയാണ്. അപ്പോ ആ തുർക്കി രാജാവിന്റെ അധികാരങ്ങളൊക്കെ ഇല്ലാതാകുകയാണ്. അപ്പൊ ഈ തുർക്കി രാജാവായ ഖലീഫമാര് അല്ലെ, ആ ഖലീഫയുടെ അധികാരങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഖിലാഫത്ത് പ്രശ്നം വരുന്നത്. അപ്പൊ ഗാന്ധിജി ഖിലാഫത്ത് പ്രശ്നത്തിനെയും വീണ്ടും ഏറ്റെടുത്തു. കാരണം റൗലറ്റ് നിയമത്തിനെതിരെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഐക്യം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഖിലാഫത്ത് പ്രശ്നം ഏറ്റെടുക്കാൻ കാരണം. ഓക്കെ, അപ്പൊ ആരുടെ ഉത്തരവ് പ്രകാരമാണ് പൊതുയോഗത്തിലേക്ക് വെടിവെപ്പ് നടത്തിയത് ചോദിച്ചാൽ ജനറൽ റെജിനാൾഡ് ഡയർ എന്ന സൈനിക ഉദ്യോഗസ്ഥന്റെ ഉത്തരവ് പ്രകാരമാണ്. മരണപ്പെട്ടത് 379 പേരാണ്. ജാലിയൻവാലാബാഗ് സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷനാണ്. ഗാന്ധിജി ഖിലാഫത്ത് പ്രശ്നം ഏറ്റെടുക്കാൻ കാരണം റൗലറ്റ് നിയമത്തിനെതിരെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ഇനി എന്താണ് ഖിലാഫത്ത് എന്ന് ചോദിച്ചാൽ ഒന്നാം ലോക മഹായുദ്ധത്തിലെ വിജയികൾ, ഒന്നാം ലോക മഹായുദ്ധം 1914 മുതൽ 1918 വരെയാണ്. ആ ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചു അല്ലെ. വിജയിച്ച ടീം എന്ത് ചെയ്തു? പരാജയപ്പെട്ട തുർക്കിയുമായിട്ട് എന്ത് ചെയ്തു? ആരാ പരാജയപ്പെട്ടത്? തുർക്കികള്. അവരുമായിട്ട് ഒരു ഉടമ്പടി ഒപ്പുവെച്ച്. എന്ത് ഉടമ്പടിയാ? സെവറസ് ഉടമ്പടി. ഈ സെവറസ് ഉടമ്പടി ഇത് പ്രകാരം തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിന്റെ ആത്മീയ നേതാവുമായി കണക്കാക്കിയിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളും ഇല്ലാതായി. ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പോൾ ഉടമ്പടി മറക്കരുത്, സെവറസ് ഉടമ്പടി കേട്ടോ. അപ്പൊ എന്താണ് ഖിലാഫത്ത് എന്ന് മനസ്സിലായല്ലോ അല്ലെ. ഇനി ഒന്നാം ലോക മഹായുദ്ധവും ഇന്ത്യയും 1914 മുതൽ 1918 ഇന്ത്യയിൽ ഉണ്ടാക്കിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ, യുദ്ധത്തിന്റെ പേരില് ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു. സൈനികരുടെ ആവശ്യത്തിനായിട്ട് വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്ത് ഇന്ത്യയിലുടനീളം ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതികൾ കൂടുതൽ ദുരിതപൂർണമാക്കി. നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെട്ടു. ഇതൊക്കെ എന്താണ്? ഈ ഒന്നാം ലോക മഹായുദ്ധം കൊണ്ട് ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഇന്ത്യക്കാരുടെ മേൽ എന്ത് ചെയ്തു? അനേകം അധിക നികുതി ചുമത്തപ്പെട്ടു. അതേപോലെ ധാന്യങ്ങളൊക്കെ ഈ ഇന്ത്യയിൽ നിന്ന് ധാന്യങ്ങളൊക്കെ സൈനികർക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ ഇന്ത്യക്കാർക്ക് അവിടെ ഉണ്ടോ? അപ്പൊ ഇന്ത്യക്കാർ ഭക്ഷ്യക്ഷാമം നേരിടാൻ തുടങ്ങി. പിന്നെ അക്കാലത്ത് നല്ല രീതിയിൽ കാർഷിക വിളകളൊക്കെ നശിച്ചു. പകർച്ചവ്യാധികളൊക്കെ പടർന്ന് പിടിച്ച് അവരുടെ ജീവിതം ഒക്കെ ദുരിതമായി. അങ്ങനെ നിരവധി പേർ ഭക്ഷ്യക്ഷാമം മൂലം എന്ത് ചെയ്തു? മരണപ്പെട്ടു. അങ്ങനെ ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് എത്തിയ പശ്ചാത്തലം ഇതായിരുന്നു. മനസ്സിലായോ? ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് എത്തിയ പശ്ചാത്തലം ഇതായിരുന്നു. ഇനി നിസ്സഹകരണ സമരം, അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ വർഷം 1920 എത്തിയില്ലേ. ഇപ്പൊ നമുക്കറിയാം, നമ്മള് ചമ്പാരൻ സത്യാഗ്രഹം 1917 ഖേദ കർഷക സമരം, അതേപോലെ തന്നെ അഹമ്മദാബാദ് തുണിമിൽ സമരം, അതുപോലെ ഖിലാഫത്ത് പ്രശ്നം അങ്ങനെ കഴിഞ്ഞു. നമ്മൾ അങ്ങനെ ഓർഡർ ആയിട്ട് ഇങ്ങനെ വരികയാണല്ലേ. വർഷങ്ങളൊക്കെ ഉണ്ടോ, ഒപ്പം വരുന്നുണ്ടോ? അങ്ങനെ 20 എത്തി, നിസ്സഹകരണ സമരം എത്തി ഇല്ലേ. ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിലാണ് നിസ്സഹകരണ സമരം നടക്കുന്നത്. നാളെ എക്സാമിന്റെ ഒരു ചോദ്യമാണ്. നിസ്സഹകരണ സമരത്തിന് നേതൃത്വമുള്ള സംഘടനകൾ ഏതൊക്കെയാ? ഒന്ന് ഖിലാഫത്ത് കമ്മിറ്റിയും INCയുടെയും നേതൃത്വത്തിലാണ്. എന്തൊക്കെയാണ് നിസ്സഹകരണ സമര രീതികൾ? എന്തൊക്കെയായിരുന്നു? നിസ്സഹകരണം അല്ലെ. നിസ്സഹകരണം പറഞ്ഞാൽ ഒന്നുമായിട്ട് സഹകരിക്കാതിരിക്കുക. എന്തൊക്കെയായിരുന്നു സഹകരിക്കാതിരുന്ന ചെയ്ത കാര്യങ്ങൾ? ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക അല്ലെ.
സർ പദവി, കൈസർ ഈ ഹിന്ദ് പദവി ഇതൊക്കെ തിരിച്ചു നൽകിയിട്ടുണ്ടായിരുന്നു അല്ലെ. രവീന്ദ്രനാഥ ടാഗോർ ഒക്കെ സർ പദവി തിരിച്ചു നൽകിയില്ലേ, കൈസർ ഈ ഹിന്ദ് ഗാന്ധിജി തിരിച്ചു നൽകിയില്ലേ. അങ്ങനെ ഓരോരോ പദവികളും തിരിച്ചു നൽകിയിട്ട് എന്ത് ചെയ്തു, നിസ്സഹരിച്ചു അല്ലെ. സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെച്ചു, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിച്ചു, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യയിലുള്ള ദേശീയ വിദ്യാലയങ്ങളിൽ അവർ ചേർന്നു അല്ലെ. അതേപോലെ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചു. 5 ഓർഡർ ആയിട്ട് പഠിക്കണേ. ഇതൊക്കെ നിസ്സഹരണ രീതികളായിരുന്നു കേട്ടോ. ഇനി സ്ത്രീകൾ എന്താണ് ചെയ്തത്, വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, അതുപോലെ വിദേശ വസ്തുക്കളെയൊക്കെ കത്തിക്കൽ അല്ലെ, എല്ലാം കത്തിച്ചാമ്പലാക്കി ഇല്ലേ, സ്ത്രീകൾ ചെയ്തു. തൊഴിലാളികൾ എന്താ ചെയ്തത്, മദ്രാസിലെ ബക്കിംഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികളും അസമിലെ തോട്ടം തൊഴിലാളികളും അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികളും ഒക്കെ ഈ നിസ്സഹരണ സമരത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ബക്കിംഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികളും അസമിലെ തോട്ടം തൊഴിലാളികളും അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികളും ഒക്കെ ഇതിന്റെ ഭാഗമായി. വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു, സർക്കാർ സ്കൂളുകൾ ബഹിഷ്കരിച്ചു അല്ലെ. എല്ലാം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു അന്നത്തെ സ്കൂൾ അല്ലെ. അപ്പൊ ആ സ്കൂളുകളൊക്കെ ബഹിഷ്കരിച്ചു. അതുപോലെ കോളേജുകളും ബഹിഷ്കരിച്ചിട്ട് ദേശീയ വിദ്യാലയങ്ങളിൽ പഠനം തുടർന്നു. അന്നത്തെ ദേശീയ വിദ്യാലയങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെയായിരുന്നു, ബനാറസിലെ കാശി വിദ്യാപീഠവും ഗുജറാത്ത് വിദ്യാപീഠം, അലിഗറിലെ ജാമിയ മിലിയ ഇസ്ലാമിയ ദേശീയ വിദ്യാലയങ്ങളിലൊക്കെ ചേർന്നിട്ട് സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും ഒക്കെ അവർ നേടാനായിട്ട് ശ്രമിച്ചു. ഏതൊക്കെയാണ് ദേശീയതല സ്കൂൾ ദേശീയ വിദ്യാലയങ്ങൾ, ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗറിലെ ജാമിയ മിലിയ ഇസ്ലാമിയ ദേശീയ വിദ്യാലയങ്ങൾ. ഇനി ഗോത്ര ജനത എങ്ങനെയാണ് നിസ്സഹരണ സമരത്തിന്റെ ഭാഗമായത്, ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് സമരത്തിൽ പങ്കാളികളായി. എന്താ ചെയ്തത്, വന നിയമം അല്ലേ, നമുക്കറിയാം. അതിന്റെ ഉള്ളിൽ കാലി മേയ്ക്കാനോ അല്ലെങ്കിൽ വന സാധനങ്ങൾ എടുക്കുവാനോ ഒന്നും ഗോത്ര ജനതയ്ക്ക് അധികാരം ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ വന നിയമങ്ങളെയൊക്കെ അവരിങ്ങോട്ട് ലംഘിച്ചുകൊണ്ട് സമരത്തില് പങ്കാളികളായി. ഇനി കർഷകർ എങ്ങനെയായിരുന്നു, ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ രൂപീകരിച്ചു. അടുത്ത എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അവധ് കിസാൻ സഭ രൂപീകരിച്ചത് ആരാണ്, ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, അവധ് കിസാൻ സഭ രൂപീകരിച്ചു. അതേപോലെ തന്നെ ബംഗാളില് ചണം കൃഷി ബഹിഷ്കരണ സമരം നടന്നു. ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്തു ബംഗാളില് കേട്ടോ. അപ്പൊ ബംഗാളിൽ കർഷകർ എന്താ ചെയ്തത്, ചണം കൃഷി ബഹിഷ്കരിച്ചിട്ട് പരുത്തിയും നെല്ലും കൃഷി ചെയ്തു. അപ്പൊ അതിനുള്ള കാരണം എന്താ ചണം ഒഴിവാക്കാനുള്ള കാരണം, ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലായിരുന്നു അന്നത്തെ ചണമില്ലുകൾ. അപ്പൊ ചണം കൃഷി ചെയ്യാതിരുന്ന ചണമില്ല് പൂട്ടും ഇല്ലേ. ചണം കൊണ്ട് കൃഷി ചെയ്തിട്ട് അവിടെ കൊണ്ട് ആക്കിയാലല്ലേ മില്ലിൽ ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചണം ഇല്ലാതിരുന്നാൽ എന്ത് ചെയ്യും, മില്ല് പൂട്ടും. അപ്പോ എന്ത് ചെയ്തു, ചണം കൃഷി ബഹിഷ്കരിച്ചു. അതിനു വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചണമില്ലുകളെ പൂട്ടിക്കുക, നെൽകൃഷി വ്യാപിപ്പിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക. അപ്പൊ അവര് പിന്നെ തിരുന്നത് എവിടേക്കാണ്, നെല്ലും പരുത്തിയും കൃഷിക്കാണ് അല്ലെ. അപ്പൊ നെൽകൃഷി നല്ല രീതിയിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് ആഹാരം കഴിക്കാനുള്ള ഇത് കിട്ടില്ലേ, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കി. പരുത്തി ലഭ്യമാക്കുക വഴി എന്താണ്, നെയ്ത്ത് ജോലി ഇല്ലേ. അവിടെ ധാരാളം തൊഴിലാളികൾ നെയ്ത്ത് ജോലിക്കാർക്ക് എന്താണ് ഒരു വരുമാന മാർഗമായില്ലേ. പിന്നെ വസ്ത്രം എന്താക്കുക, ഖാദി ഉപയോഗം കൊണ്ടുവരാം അല്ലെ. നെയ്ത്ത് കൊണ്ടുവന്ന ഖാദി ഉപയോഗം വർദ്ധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കർഷകർ എന്ത് ചെയ്തത്, ഇതില് നിസ്സഹരണ സമരത്തിന്റെ ഭാഗമായിട്ട് ചെയ്ത കാര്യങ്ങൾ. ഇനി എന്താണ് ഈ നിസ്സഹരണ സമരത്തിന്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത്, ബഹിഷ്കരണവും നിർമ്മാണാത്മക പ്രവർത്തനം. ബഹിഷ്കരിച്ചു കൊണ്ടിരുന്നാൽ മാത്രം മതിയോ, ഇപ്പൊ ചണം കൃഷി ബഹിഷ്കരിച്ചു, അതിന്റെ അപ്പുറത്ത് അവർ വേറെ എന്തെങ്കിലും ഒന്നും ചെയ്യണ്ടേ, ചെയ്താലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനാണ് അവർ നെല്ലും പരുത്തിയും ചെയ്തത്. അപ്പൊ അതാണ് പറഞ്ഞത്, ബഹിഷ്കരണവും നിർമ്മാണാത്മക പ്രവർത്തനവും. ഇനി ചിരാല കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നിസ്സഹരണ സമരത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഏകദേശം നോക്കിക്കഴിഞ്ഞു. ആ SSCRT പറഞ്ഞത് മുഴുവൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചിരാല പെരാല. എന്താ ചിരാല പെരാല, നിസ്സഹരണ സമരകാലത്ത് ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ഒരു ചെറു നഗരമാണ് ചിരാല പെരാല. മനസ്സിലായോ, നിസ്സഹരണ സമരകാലത്ത് ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ഒരു ചെറു നഗരമാണ് ചിരാല പെരാല. ദുഗ്ഗിരാല ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഒരു നികുതി നിഷേധ സമരമാണ് എവിടെ നടന്നത്, ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചിരാല പെരാലയിൽ വെച്ചിട്ട് ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ ഒരു നികുതി നിഷേധ സമരം നടന്നു.
കഴിഞ്ഞു. 1922 കാലഘട്ടമായപ്പോ ചൗരി ചൗര സംഭവം നടക്കുകയാണ്. ഇവിടെ ഉത്തർപ്രദേശിലാണ് കേട്ടോ. 1922 ഫെബ്രുവരി മാസം 5-ാം തീയതിയാണ് കേട്ടോ. മാസം വിത്ത് ഡേറ്റ് പഠിക്കണം കേട്ടോ. ഒരൊറ്റ എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും വർഷം മാത്രമായിട്ടില്ല, മാസവും ഡേറ്റ് അടക്കം നമ്മൾ അത്രയും അവർ ടൈറ്റ് ആക്കുകയാണ്. അപ്പൊ നിങ്ങൾ പഠിക്കണം കേട്ടോ. 1922 ഫെബ്രുവരി മാസം 5-ാം തീയതി ഉത്തർപ്രദേശിൽ വെച്ചിട്ടാണ് ചൗരി ചൗര സംഭവം നടക്കുന്നത്. ചൗരി ചൗര സംഭവത്തിൽ 22 പോലീസുകാരാണ് എന്ത് ചെയ്യുന്നത്, കൊല്ലപ്പെടുന്നത് കേട്ടോ. 22 പോലീസുകാർ കൊല്ലപ്പെടുകയാണ്. തുടർന്ന് ഗാന്ധിജി എന്ത് ചെയ്യാണ്, നിസ്സഹരണ സമരം പിൻവലിക്കുകയാണ് കേട്ടോ. നിസ്സഹരണ സമരം ഗാന്ധിജി പിൻവലിക്കുകയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്തിനെ തുടർന്നിട്ടാണ് ഗാന്ധിജി നിസ്സഹരണ സമരം പിൻവലിച്ചത്? ചൗരി ചൗര സംഭവത്തെ തുടർന്നിട്ട്. ഗാന്ധിജി അതിന്റെ പേരിൽ ഈ സമരം പിൻവലിച്ചല്ലോ, നിസ്സഹരണ സമരം പിൻവലിച്ചല്ലോ. അതിനെ തുടർന്നിട്ട് ഗാന്ധിജി കടുത്ത വിമർശനങ്ങൾക്ക് വിധേയനായിട്ടുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ഈ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. അപ്പൊ ചൗരി ചൗര സംഭവം 1922 ഫെബ്രുവരി 5-ന് ഉത്തർപ്രദേശിലാണ് ചൗരി ചൗര സംഭവം നടക്കുന്നത്. അതിൽ 22 പോലീസർ, അതായത് ഗോത്ര സമൂഹങ്ങളും താഴേക്കിടയിലുള്ള എല്ലാ സമൂഹങ്ങളും കൂടിയിട്ട് എന്ത് ചെയ്യായിരുന്നു, ഭയങ്കര ബ്രിട്ടീഷുകാർക്കെതിരെ വളരെയധികം ഒരു ഇത് നടക്കുകയായിരുന്നു. ആ നടക്കുന്ന സമയത്താണ് അത് എന്തായി മാറി, ഈ ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത് കയ്യിലൊന്നും ഒതുങ്ങില്ല എന്നുള്ള രീതിയിലായി. മനസ്സിലാകുന്നുണ്ടോ? ഈ നിസ്സഹരണ സമരത്തിന്റെ പേരിൽ നടന്നത് അത് സമരമാണ്, ചൗരി ചൗര സംഭവം ഉത്തർപ്രദേശില്. അപ്പൊ സമരം ശക്തമായി, എവിടെയും ആരെയും ഒതുക്കാനായിട്ട് പറ്റാത്ത ഒരു ലെവലായി സമരം നാടെങ്ങും വ്യാപിച്ച് എന്താണ്, കടുത്ത നാശങ്ങൾക്ക് വിധേയമായിട്ട് ഇതാകുമായിരുന്നു. ആ സമയത്തൊക്കെയാണ് 22 പോലീസുകാർ കൊല്ലപ്പെടുന്നതും. ഗാന്ധിജി എന്ത് ചെയ്തു, ഇനി നിസ്സഹരണ സമരം പിൻവലിച്ചിട്ടില്ലെങ്കിൽ ഇത് വലിയ നാശത്തിലേക്ക് പോകും എന്നൊരു അവസ്ഥ വന്നപ്പോഴാണ് ഗാന്ധിജി നിസ്സഹരണ സമരം പിൻവലിക്കുന്നത്. പക്ഷേ ആ പിൻവലിച്ചപ്പോ എന്തായി, അത് ഗാന്ധിജിക്ക് ഒരുപാട് കടുത്ത വിമർശനങ്ങൾക്കൊക്കെ ഇടവരികയും CR ദാസും മോത്തിലാൽ നെഹ്റു ഒക്കെ ഇതിനെന്തായിരുന്നു, എതിരായിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ സുഭാഷ് ചന്ദ്രബോസും എതിരായിരുന്നു. അങ്ങനെ ഈ വിമർശനങ്ങൾക്ക് വിധേയനായി ഈ സമരം പിൻവലിച്ചതിനെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചു. ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഒക്കെ സമരം എന്തായി, ഒരുപോലെ ശക്തമായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഗാന്ധിജിയുടെ ഈ എന്താ പറയാ ഇതൊക്കെ എതിർപ്പായി. അങ്ങനെ 1923 ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടിയിട്ട് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത് കേട്ടോ. ഈ നിസ്സഹരണ സമരം പിൻവലിച്ചതിനെ തുറന്നിട്ടും അപ്പൊ അതൊക്കെ വിമർശനങ്ങൾക്ക് വിധേയമായി. ഇതൊന്നും അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല ഇന്ത്യൻ നേതാക്കൾക്ക് കേട്ടോ. പിന്നെ നമ്മൾ ആ SCRTയിൽ ഹിന്ദു സ്വരാജിനെ കുറിച്ച് പറയുന്നുണ്ട്. 1909 ഹിന്ദു സ്വരാജ് ഗാന്ധിജി രചിച്ച ഒരു പുസ്തകമാണ് കേട്ടോ. ലക്ഷ്യം എന്തായിരുന്നു, ഇന്ത്യയുടെ സ്വയം ഭരണം. അപ്പൊ ചോദിക്കും കേട്ടോ, ഹിന്ദു സ്വരാജിൽ കൊണ്ട് ഗാന്ധിജി ലക്ഷ്യം എന്തായിരുന്നു ചോദിച്ചാൽ ഇന്ത്യയുടെ സ്വയം ഭരണം 1909. അങ്ങനെ ഗാന്ധിജി നിസ്സഹരണ സമരം പിൻവലിച്ചത് എന്തായി, ഈ CR ദാസിന് മോത്തിലാൽ നെഹ്റുവിനൊന്നും അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അത് അത്രത്തോളം അവര് എന്ത് ചെയ്തു, ആ ലക്ഷ്യം നേടാനുള്ള ആ ഒരുക്കത്തിലായിരുന്നു. ആ സമയത്താണ്, കാരണം സമരം വളരെയധികം ഒരു അഹിംസാ രീതിയിലേക്ക് അങ്ങോട്ട് പോയപ്പോ സമയത്ത് അല്ലേ, അതായത് ഗാന്ധിജി ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് പോയത് കൊണ്ടാണ് അദ്ദേഹം അത് പിൻവലിക്കാൻ കാരണം. അപ്പോൾ CR ദാസ് മോത്തിലാൽ നെഹ്റു ഒക്കെ ആ പിൻവലിച്ചതിനെതിരെയായിരുന്നു. അങ്ങനെ 1923 CR ദാസ് മോത്തിലാൽ നെഹ്റുവും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യാണ്, സ്വരാജ് പാർട്ടി രൂപീകരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്? എന്തിനാ സ്വരാജ് പാർട്ടി? സ്വന്തമായിട്ട് ഒരു പാർട്ടി രൂപീകരിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ, ഇലക്ഷനിലൂടെ വിജയിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭകളിൽ അംഗമാകാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ആ നിയമനിർമ്മാണ സഭകളിൽ അംഗമായി നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, അധികാരങ്ങൾ പിടിച്ചടക്കാം എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം കേട്ടോ. അങ്ങനെ 23 കഴിഞ്ഞു. 1925 മാർച്ച് മാസം 12-ാം തീയതി ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുകയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ആണ്. 1925 മാർച്ച് മാസം 12, മാസം വിത്ത് ഡേറ്റ് പഠിച്ചോളണം. മാർച്ച് 12-ന് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കൂടി കൂടിക്കാഴ്ച നടത്തുന്നത് ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരത്തിൽ വെച്ചിട്ടാണ്. ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരത്തിൽ വെച്ചിട്ടാണ് ഗാന്ധിജിയും ഗുരുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. അത് കഴിഞ്ഞു. അങ്ങനെ റാംഭ ലഹളയിലേക്ക് പോവുകയാണ്. എന്താണ് റാംഭ ലഹള? അല്ലൂരി സീതാരാമരാജുവിന്റെ നേതൃത്വത്തിൽ ആന്ധ്രയിലെ ഗോത്ര ജനത നടത്തിയ സമരമാണ്. ഇതൊക്കെ നിസ്സഹരണ സമരത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. നിസ്സഹരണ സമരം പിൻവലിച്ചല്ലോ, എങ്കിലും അല്ലൂരി സീതാരാമരാജുവിന്റെ നേതൃത്വത്തിൽ ആന്ധ്രയിലെ ഗോത്ര ജനത നടത്തിയ സമരമാണ്. എന്തായിരുന്നു കാരണം? വനങ്ങളിൽ കാലിമേക്കാനുള്ള അവകാശങ്ങൾ തടയപ്പെട്ടതും കൊള്ളപ്പലിശക്കാരുടെ ചൂഷണവുമായിരുന്നു. 2500 ചതുരശ്ര കിലോമീറ്റർ ഭൂമേഖല ഇവരുടെ നിയന്ത്രണത്തിലായി. മലബാർ സ്പെഷ്യൽ പോലീസും അസം റൈഫിൾസും ഒക്കെയാണ് ഈ സമരത്തിനെ അടിച്ചമർത്തിയത്. ഇതിൽ അല്ലൂരി സീതാരാമരാജു കൊല്ലപ്പെടുകയും ചെയ്തു. റാംഭ ലഹള മറക്കരുത്.
അങ്ങനെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളൊക്കെ ശക്തിപ്പെട്ടതും ഇക്കാലത്തായിരുന്നു. അതേപോലെ ലക്ഷ്യം എന്തായിരുന്നു? ഇതിന്റെ ഒക്കെ ലക്ഷ്യം എന്താണ്? പൂർണ്ണ സ്വാതന്ത്ര്യം. ഇപ്പൊ നിസ്സഹന സമരം ആണെങ്കിലും ചൗരി ചൗര സംഭവമാണെങ്കിലും അതേപോലെ സ്വരാജ് പാർട്ടി രൂപീകരിച്ചതും റാംപാലക്കടിയും ഇതൊക്കെ എന്താണ്? വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളൊക്കെ ശക്തിപ്പെട്ടതും ഒക്കെ നമ്മുടെ ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ട് എന്ത് ചെയ്തു? ഈ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഒക്കെ കണ്ടിട്ട് അഭിസംബോധന ചെയ്യുകയുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും. അങ്ങനെ 1927 കാലഘട്ടം എത്തി. 27 എത്തിയപ്പോൾ സൈമൺ കമ്മീഷൻ നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണ്. എന്തിനാണ് ഇവര് ഇന്ത്യയിലേക്ക് വരുന്നത്? ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ. അപ്പൊ നമുക്കറിയാം ഇന്ത്യ ഓരോ സമയത്തും പറയുന്നുണ്ട് അല്ലെ, നമുക്ക് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്നൊരു ആശയം ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ ഭരണഘടന എങ്ങനെയായിരിക്കണം, അതിന്റെ പരിഷ്കാരങ്ങൾ എന്തൊക്കെ ആയിരിക്കണം, അതിനെ കുറിച്ചൊക്കെ നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് സൈമൺ കമ്മീഷൻ. അതിനിപ്പോ ഇവർ വരണോ? ഇവർ വേണ്ട അല്ലെ? കാരണം ഈ സൈമൺ കമ്മീഷന്റെ നേതൃത്വ സ്ഥാനം ആർക്കായിരുന്നു? സർ ജോൺ സൈമൺ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ സൈമൺ എന്ന പേരിൽ സൈമൺ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. സർ ജോൺ സൈമൺ. ഈ സൈമൺ കമ്മീഷനിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 7 അംഗങ്ങളും ബ്രിട്ടീഷുകാരാണ്, ഇന്ത്യക്കാരില്ല. സമ്മതിച്ചു കൊടുക്കോ? പറ്റില്ല. അവർ ഇന്ത്യയിൽ 1928 ഫെബ്രുവരി 3 രാജ്യത്തുടനീളം ഇന്ത്യയിലെത്തിയത് 1928. 27 സൈമൺ കമ്മീഷൻ വന്നു. പക്ഷെ 28 ഫെബ്രുവരി മാസം 3-ാം തീയതിയാണ് ഇന്ത്യയിൽ എത്തുന്നത്. ആ ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യക്കാർ എന്ത് ചെയ്തു? രാജ്യത്തുടനീളം ഹർത്താൽ ഉണ്ടാക്കി. അതിന്റെ മുദ്രാവാക്യം സൈമൺ ഗോ ബാക്ക് അല്ലെ, സൈമൺ തിരിച്ചു പോകുക എന്നതായിരുന്നു. ഈ രാജ്യത്തുടനീളം ഈ സൈമൺ കമ്മീഷന്റെ ഭാഗമായിട്ട് വരുന്നതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം ഹർത്താൽ നടന്നതിന്റെ ഭാഗമായിട്ട് നടന്ന സംഭവത്തിലാണ് ലാഹോറിൽ വെച്ചിട്ട് നമ്മുടെ ലാലാ ലജ്പത് റായ് എന്ത് ചെയ്യുന്നത്? മരണപ്പെടുന്നത് അല്ലെ. മിതവാദികളുടെ അല്ലെ, ആരാണ് ലാലാ ലജ്പത് റായ്? മിതവാദിയാണോ തീവ്രവാദിയാണോ? ആരാണ്? തീവ്രവാദികളുടെ നേതാവ് അല്ലെ. ലാഹോറിൽ വെച്ചിട്ട് ലാലാ ലജ്പത് റായ് മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയത് എപ്പോ എന്ന് ചോദിച്ചാൽ 1928 ഫെബ്രുവരി മാസം 3. മറക്കരുത് കേട്ടോ. ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കിയത് പൂനെയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ സൈമൺ കമ്മീഷൻ തിരിച്ചു പോകുക എന്നുള്ള രീതിയിൽ ഹർത്താലൊക്കെ തുടങ്ങി. പിന്നെ അവിടെ നടക്കോ? നടക്കില്ല അല്ലെ. അപ്പൊ നമ്മുടെ ഇന്ത്യക്കാർ എന്ത് ചെയ്തു? ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കിയത് എവിടെ വെച്ചിട്ടാണ്? പൂനെയിൽ വെച്ചിട്ടാണ്. ആരുടെ നേതൃത്വത്തിൽ? മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ. ആ മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണപരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് പൂനെയിൽ വെച്ച് നടക്കുന്ന സമയത്ത് ആ റിപ്പോർട്ടിനെ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെടുന്നു. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും അല്ലെ ഇതിലൂടെ വായിച്ചു പോകാത്ത ഓരോ ഉദ്യോഗാർത്ഥിയും എന്ത് ചെയ്യും? അത് ജവഹർലാൽ നെഹ്റു ആണ് എന്ന് കണക്കാക്കും. അല്ല, ആരാണ്? അത് മോത്തിലാൽ നെഹ്റു ആണ്. മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ ഇത് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ 27 കഴിഞ്ഞു. 28 നമുക്കറിയാം സൈമൺ കമ്മീഷൻ എത്തി എന്നും പറഞ്ഞു. ആ 28 സമയത്താണ് ബർദോളി കർഷക സമരം നടക്കുന്നത്. ഈ ബർദോളി എന്ന് പറയുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. 1928 ഗുജറാത്തിലെ ബർദോളി കർഷക മുന്നേറ്റം സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ നടക്കുകയായിരുന്നു. ആ സർദാർ വല്ലഭായ് പട്ടേലിന്റെ കൂടെ അബ്ബാസ് സിയാബ്ജിയും വിത്തഭായ് പട്ടേലും ഒക്കെ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കർഷക മുന്നേറ്റം നടത്തിയത്? അതായത് ബ്രിട്ടീഷുകാരുടെ അമിതമായിട്ടുള്ള നികുതി വർധനവ് കൊണ്ടാണ് കേട്ടോ. അന്നത്തെ ആ കർഷക മുന്നേറ്റത്തിൽ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നിർദ്ദേശങ്ങൾ എന്തായിരുന്നു? നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും, കാരണം കർഷകരാണല്ലോ, നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും അഴിച്ച് പല ഭാഗങ്ങളാക്കി പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക. ഇതായിരുന്നു അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ബർദോളി കർഷക മുന്നേറ്റത്തിന് ഗാന്ധിജി ഉറച്ച പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു. ആ സമരം വളരെയധികം ശക്തമാവുകയും സർക്കാർ, ബ്രിട്ടീഷ് ഗവൺമെന്റ് നികുതി വർധനവ് പിൻവലിക്കുകയും ഈ ബർദോളി കർഷക മുന്നേറ്റം വിജയിക്കുകയും ചെയ്തു. കാരണം സ്റ്റേറ്റ്മെന്റ് എക്സാമിന് ചോദിക്കും, ബർദോളി കർഷക സമരം അമ്പേ പരാജയപ്പെട്ടു. ഇല്ല, വിജയിച്ചു. സർക്കാർ നികുതി വർധനവ് പിൻവലിച്ചു. ഗാന്ധിജിയുടെ പിന്തുണയുണ്ടായിരുന്നു. പിന്നെ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലായിരുന്നു. ഗുജറാത്തിലായിരുന്നു ബർദോളി. 1928 പട്ടേലിന്റെ കൂടെ അബ്ബാസ് സിയാബ്ജിയും വിത്തൽഭായ് പട്ടേലും ഒക്കെ ഉണ്ടായിരുന്നു. 1929 ലാഹോർ സമ്മേളനം നടക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം നടക്കുകയാണ്. ആ ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രസംഗമാണ്
ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റുമാണ്. എനിക്ക് രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിയിലും എനിക്ക് വിശ്വാസമില്ല എന്നതായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ കോട്ടിംഗ് ആണ് 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നുള്ള വാക്കുകളാണ് കേട്ടോ. കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടത്, വെരി 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 ഇമ്പോർട്ടന്റ്, കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടത് 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ബഹുജന സമരം ആരംഭിക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തിയതും ഈ INC സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു. ത്രിവർണ്ണ പതാക സ്വീകരിച്ചു അല്ലേ? ലാഹോർ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ത്രിവർണ്ണ പതാക സ്വീകരിച്ചു. 1930 ജനുവരി 26 ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചു. അപ്പൊ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ ദിനം എപ്പോഴാണ്? 1930 ജനുവരി മാസം 26. അന്ന് മുതൽ ഈ ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് തെരഞ്ഞെടുത്തു അല്ലെ? 1950 ജനുവരി 26 നമുക്കറിയാം അല്ലെ? അപ്പൊ ജനുവരി 26 റിപ്പബ്ലിക് എടുക്കാനുള്ള കാരണം എന്താണ്? 1930 ജനുവരി 26 ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് തെരഞ്ഞെടുക്കാനായിട്ട് കാരണമുണ്ടായത്. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓൾ PQ ആണ് കേട്ടോ, ഓൾ PQ ആണ്. നെക്സ്റ്റ് വൺ, അങ്ങനെ ഗാന്ധിജി ഇന്ത്യക്കാരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കത്ത് നൽകിയത് ആരിനാണ്? അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിനാണ്. വെരി ഇമ്പോർട്ടന്റ്. ഗാന്ധിജി ഇന്ത്യക്കാരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയത് ഇർവിൻ പ്രഭുവിനാണ്. തുടർന്ന് നിയമലംഘന സമരം 1930 നിയമലംഘന സമരം നടക്കുകയാണ്. ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ചിട്ട് ഉപ്പ് നിയമം ലംഘിക്കാൻ തീരുമാനിച്ചു അല്ലെ? ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ചിട്ട് എന്ത് നിയമമാണ്? ഉപ്പ് നിയമം ലംഘിക്കാൻ തീരുമാനിച്ചു. സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും 78, ഇത് വെരി വെരി ഇമ്പോർട്ടന്റ്, 78 സന്നദ്ധ പ്രവർത്തകരുമായിട്ട് എവിടുന്ന് യാത്ര തിരിച്ചു അല്ലെ? സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജി കൂടെ 78 അനുയായികളും ചേർന്ന് പദയാത്ര നടത്തി. എത്ര ദിവസം നീണ്ടു നിന്നു? 24 ദിവസമാണ് ഇവര് പദയാത്ര നടത്തിയത്. ഗാന്ധിജിയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? പദയാത്ര നടത്തുന്ന സമയത്ത് ശുചിത്വ ബോധം, അതായത് റോഡിന്റെ ഇരുവശങ്ങളിലും പ്ലാസ്റ്റിക് ഒന്നും വേസ്റ്റുകൾ ഇടരുത്. അതേപോലെ ഖാദി ധരിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി സാമുദായികമായിട്ടുള്ള സൗഹാർദ്ദം. ഈ 3 നാളത്തെ ക്വസ്റ്റ്യൻ ആണ്, നാളത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിർദ്ദേശിച്ച ഗാന്ധിജിയുടെ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത്, ഉൾപ്പെടാത്തത് ഏത്? ചോദ്യം വരും. ശുചിത്വ ബോധം വേണം, ഖാദി ധരിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി സാമുദായിക സൗഹാർദ്ദവും. അങ്ങനെ ഈ നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചത് 1930 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് കേട്ടോ. സിവിൽ നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചത് 1930 ഏപ്രിൽ 6-ന് സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും 78 സന്നദ്ധ പ്രവർത്തകരും കൂടി യാത്ര തിരിച്ച് 24 ദിവസം നീണ്ടുനിന്ന യാത്രയിൽ ഗാന്ധിജിയുടെ നിർദ്ദേശങ്ങൾ, ശുചിത്വബോധം, ഖാദി ധരിക്കേണ്ടതിന്റെ ആവശ്യകത, സാമുദായിക സൗഹാർദ്ദം ഇതൊക്കെ ആക്കിക്കൊണ്ടാണ് ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിയമം ലംഘിക്കാൻ തീരുമാനിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്? 1930 ഏപ്രിൽ മാസം 6-ാം തീയതി സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്. ഉപ്പിന്മേലുള്ള സർക്കാരിന്റെ കുത്തകയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് അല്ലെ? ഉപ്പിന്മേൽ സർക്കാരിന്റെ വൻ കുത്തകയാണ്. അതിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് നിന്ദ്യമായ കുത്തക എന്നായിരുന്നു. നിന്ദ്യമായ കുത്തക എന്നതായിരുന്നു. 1930 മെയ് മാസം 21-ാം തീയതി കേട്ടോ, ഇത് പഠിക്കണം കേട്ടോ. 1930 മെയ് 21-ന് 2000-ലധികം പേര് കേട്ടോ, 2000-ലധികം പേർ അടങ്ങിയ ഒരു സംഘം സമരക്കാർ ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് എത്തുകയും, എപ്പോഴാണ്? ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ ധരാസന കേട്ടോ, ഈ ധരാസന എന്ന് പറയുന്നത് ഒരു ഉപ്പ് നിർമ്മാണ കേന്ദ്രമാണ്. 2000-ലധികം പേർ ചേർന്ന് 1930 മെയ് മാസം 21-ാം തീയതി ആ കേന്ദ്രത്തിലെത്തുകയും അവർ അടുത്തെത്തിയതോടെ പോലീസ് സേന പാഞ്ഞെടുത്ത് ഇരുമ്പ് കഷ്ണങ്ങൾ ഘടിപ്പിച്ച ലാത്തികൾ ഉപയോഗിച്ച് സമരക്കാർ നിലത്തു വീഴുന്നത് വരെ മർദ്ദിച്ചു. പരിക്കേറ്റവരെ സഹസമരക്കാർ എടുത്തുകൊണ്ട് പോകുമ്പോഴേക്കും പുതിയ സംഘം മുന്നോട്ട് വന്നു. പോലീസ് അവരെയും തല്ലിച്ചതച്ചു. അവരെ മാറ്റുമ്പോൾ അടുത്ത സംഘം മുന്നോട്ട് വന്നു. അത് തുറന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം 11 മണിയായ സമയത്ത് അന്നത്തെ താപനില 46.6 ഡിഗ്രി സെൽഷ്യസിൽ എത്തി നിൽക്കുന്ന സമയത്ത് പരിക്കേറ്റവർ 320-ഉം മരിച്ചവർ 2-ഉമായിരുന്നു. 320-ഓളം പേർക്ക് പരിക്കേൽക്കുകയും 2 പേരും മരണം കൈവരിക്കുകയും ചെയ്തു. അമേരിക്കൻ പത്രപ്രവർത്തകനും, നോക്കിക്കോ അടുത്ത എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, നമുക്ക് ഓരോ ലെസൺ വായിക്കുമ്പോൾ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇങ്ങനെ സ്റ്റാർ ഇട്ട് വെക്കുന്നത് കേട്ടോ. അമേരിക്കൻ പത്രപ്രവർത്തകനും സമരത്തിന് ദൃക്സാക്ഷിയുമായിരുന്ന വെബ് മില്ലർ കേട്ടോ, വെബ് മില്ലർ ഇങ്ങനെ രേഖപ്പെടുത്തി: 18 വർഷം 20 രാജ്യങ്ങളിൽ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ഞാൻ
ധാരാളം ജനകീയ പ്രക്ഷോഭങ്ങളും ലഹളകളും തെരുവ് യുദ്ധങ്ങളും കലാപങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ ദരാസനിയിൽ ഉണ്ടായതുപോലെ ഒരു സംഭവം ഞാൻ ദർശിച്ചിട്ടില്ല. എന്തായിരിക്കില്ലേ അന്നത്തേക്ക് ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ അല്ലേ. എന്താണ് 30 മെയ് 21. ഇതൊന്ന് പഠിച്ചു വെക്കണേ കേട്ടോ. ഉപ്പ് നിർമ്മാണ കേന്ദ്രം ഗുജറാത്തിലെ എവിടെയാണ്? ദരാസനിയിലാണ്. 2000-ലധികം പേർ പാഞ്ഞു പോയി. സമരത്തിനെ പോലീസുകാർ ഇരുമ്പ് കഷ്ണങ്ങൾ ഉപയോഗിച്ച് തല്ലി ചതച്ചു അല്ലേ. 320 പേർക്ക് പരിക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ. മരിച്ചവര് 2 പേര് അല്ലെ. അവിടെ ആ പറയുന്ന അമേരിക്കൻ പത്രപ്രവർത്തകൻ ആരാണ്? വെബ് മില്ലർ കേട്ടോ. വെബ് മില്ലർ. നോക്കിക്കേ, നിയമലംഘന സമരകാലത്ത് സരോജിനി നായിഡു, ഇമാം സാഹിബ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ ദരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിൽ നടത്തിയ സമരത്തിന്റെ വിശദീകരണം. അപ്പൊ ദരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിൽ നടത്തിയ സമരം, നിയമലംഘന സമരത്തെ ആരൊക്കെയാണ്? സരോജിനി നായിഡുവും ഇമാം സാഹിബും. മറക്കരുത്, സരോജിനി നായിഡു കണ്ടോ, ഗാന്ധിജിക്കൊപ്പം സരോജിനി നായിഡു, ഇമാം സാഹിബ്. ഇനി അതേപോലെ ഇപ്പൊ ഗുജറാത്തിലെ ദരാസനിയിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ വടക്കു പടിഞ്ഞാറെ ഇന്ത്യയില് ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ നേതൃത്വത്തിലായിരുന്നു സിവിൽ നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചത്. വടക്ക് പടിഞ്ഞാറെ ഇന്ത്യയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു ഒരു സന്നദ്ധ സേന ഖുദായി ഖിദ്മത്ഗർ അല്ലെ. ഖുദായി ഖിദ്മത്ഗർ. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അങ്ങനെ ഈ സിവിൽ നിയമലംഘന സമരത്തിന്റെ ഭാഗമായിട്ട് കർഷകർ നടത്തിയ സമരം എങ്ങനെയായിരുന്നു? സർക്കാരിന് നികുതി നൽകാതെയും ജന്മിമാർക്ക് പാട്ടത്തുക നൽകാതെയും സമരത്തിൽ പങ്കാളികളായി. ഇനി തൊഴിലാളികൾ എന്താ ചെയ്തത്? റെയിൽവേ, തുറമുഖം, ഖനി എന്നിവയിലെ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു. ഷോലാപൂരിൽ, അതായത് മഹാരാഷ്ട്ര കേട്ടോ, തൊഴിലാളികൾ നടത്തിയ സമരം അക്രമത്തിൽ കലാശിച്ചു. ഇനി ഗോത്ര ജനത എന്താ ചെയ്തത്? വന നിയമങ്ങൾ ലംഘിച്ച് കാടുകളിൽ കയറി വനവിഭവങ്ങൾ ശേഖരിച്ചു. സ്ത്രീകൾ എന്ത് ചെയ്തു? ഉപ്പ് നിർമ്മാണം, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യൽ തുടങ്ങിയ സമര പരിപാടികളിൽ സജീവമായി പങ്കെടുത്തു. ഇനി കച്ചവടക്കാരും വ്യവസായികളും ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും തയ്യാറായില്ല അല്ലെ. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇറക്കിയ ഉൽപ്പന്നങ്ങൾ ഒന്നും വാങ്ങിക്കാനോ അത് വിൽക്കാനോ തയ്യാറായില്ല. അങ്ങനെ റാണി ഗെയ്ഡൻലു നിയമലംഘന സമരകാലത്ത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ, അവിടെ നമ്മൾ എന്താ അതിർത്തി ഗാന്ധി പറഞ്ഞത്? അവിടെ ശ്രദ്ധിക്കണേ, അവിടെ വടക്ക് പടിഞ്ഞാറ് എന്നാണ് പറഞ്ഞത് കേട്ടോ. വടക്ക് പടിഞ്ഞാറേ ഇന്ത്യയിലാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന് പറഞ്ഞത്. ഇവിടെ വടക്ക് കിഴക്കൻ ഇന്ത്യയിലാണ് ധീരയായ വനിതാ പോരാളിയായ റാണി ഗെയ്ഡൻലു കേട്ടോ. നിയമലംഘന സമരകാലത്ത് അറസ്റ്റിലായ അവർ യൗവനകാലം മുഴുവൻ ജയിലിൽ കഴിഞ്ഞു. ജയിലിൽ അവരെ സന്ദർശിച്ച ജവഹർലാൽ നെഹ്റു ഇങ്ങനെ എഴുതി. അപ്പൊ റാണി ഗെയ്ഡുലിനെ ജയിലിൽ സന്ദർശിച്ചത് ആരാ? ജവഹർലാൽ നെഹ്റു അല്ലെ. ജവഹർലാൽ നെഹ്റു റാണി എന്ന് വിളിച്ചത് ആരെയാണ്? റാണി എന്നായിരുന്നു പിന്നീട് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത്. റാണി ഗെയ്ഡൻലുവിനെയാണ്. ഇന്ത്യ അവരെ ഓർമ്മിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ദിനം വരും. ചിലപ്പോൾ നാളത്തെ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ജവഹർലാൽ നെഹ്റു ഇന്ത്യ അവരെ ഓർമ്മിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ദിനം വരും എന്ന് ആരെയാണ് വിശേഷിപ്പിച്ച് എഴുതിയതാണ് ചോദിച്ചാൽ റാണി ഗെയ്ഡൻലു ആണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷമാണ് റാണി ഗെയ്ഡൻലു ജയിൽ മോചിതനായത്. ഒന്ന് നോക്കിക്കേ, 1930 സിവിൽ നിയമലംഘന സമരം നടന്നു കഴിഞ്ഞ് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയില്ലേ. ആ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് റാണി ഗെയ്ഡൻലു ജയിൽ മോചിതനാകുന്നത്. എത്ര വർഷത്തോളമാണ് ജയിലില്? അവരുടെ യൗവനകാലം മുതലേ. നമുക്കൊക്കെ എന്താ, നമ്മുടെയൊക്കെ ഇന്നത്തെ ഇത്രയും സേഫ്റ്റി ഇല്ലേ? ഇന്നിപ്പോ നമ്മൾ ഓരോരുത്തരും ഇന്ത്യയിൽ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നു. പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട് നേടിത്തന്ന സ്വാതന്ത്ര്യത്തിനെ ഇല്ലാതാക്കുന്ന ചില സാമൂഹ്യ വിരുദ്ധർ എന്ന് തന്നെ പറയാം അല്ലേ. ഇന്ന് എത്രത്തോളം അതിനെ എഗെയിൻസ്റ്റ് ആക്കി പെരുമാറുന്നു. അപ്പൊ ഇവരുടെയൊക്കെ അനുഭവങ്ങളൊന്നും നമുക്ക് വായിക്കുന്ന സമയത്ത് തന്നെയല്ലേ നമ്മൾ അന്നത്തെ കാലത്തിലേക്ക് നമുക്കൊരു എത്തിനോട്ടം. അങ്ങനെ ഗാന്ധി ഇർവിൻ ഉടമ്പടിയിലെ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഗാന്ധിജി ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇർവിൻ പ്രഭുവിനെ കത്തെഴുതി എന്ന് പറഞ്ഞു അല്ലെ. 1931 മാർച്ച് 5-നാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടി നടക്കുന്നത് 1931 മാർച്ച് മാസം 5-നാണ്.
സിവിൽ നിയമലംഘന സമരം നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ഇർവിൻ പ്രഭു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഗാന്ധിജിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഇപ്പൊ 31 മാർച്ച് 5 എന്ന് പറയുമ്പോ ലണ്ടനിൽ വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്ന കാലഘട്ടം 1930, 1931, 1932 അല്ലെ? ഈ 30, 31, 32 ഇതിലാണ് ഗാന്ധിജി പങ്കെടുക്കുന്നത്. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുക്കുന്നത്. ഒന്നാമത്തേലും അതേപോലെ രണ്ടാമത്തേലും മൂന്നാമത്തേലും ആരുണ്ടായിരുന്നു? മൂന്നിലും ഉണ്ടായിരുന്നത് ആരാണ്? അംബേദ്കർ ആയിരുന്നു. അതേപോലെ ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നതാണ് സരോജിനി നായിഡു അല്ലേ? ഗാന്ധിജിയുടെ കൂടെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആരാണ്? സരോജിനി നായിഡു ആണ്. ഈ ഇതിൽ നിന്നെല്ലാം വിട്ടുനിന്നത് ആരാണ്? INC ആണ്. കോൺഗ്രസ് ഇതിൽ നിന്നും എന്ത് ചെയ്തു? ഈ വട്ടമേശ സമ്മേളനങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നു. കാരണം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആണല്ലോ വട്ടമേശ സമ്മേളനം നടക്കുന്നത്. അപ്പൊ കോൺഗ്രസ് അതുമായിട്ട് സഹകരിച്ചില്ല. കാരണം സമരം ശക്തമായി നിൽക്കുന്ന സമയമാണ്. ഗാന്ധിജി ഒന്നാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല, രണ്ടാമത്തേലാണ് പങ്കെടുത്തത്. അതായത് എന്താണ്? സിവിൽ നിയമലംഘന സമരം നിർത്തിവെച്ചു അല്ലെ? ഗാന്ധി നിർവീൺ ഉടമ്പടി പ്രകാരം സിവിൽ നിയമലംഘന സമരം നിർത്തിവെച്ചു ഗാന്ധിജി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ. അതുകൊണ്ടാണ് പിന്നീട് പങ്കെടുക്കാനായിട്ട് ഇടയായത്. വട്ടമേശ സമ്മേളനങ്ങൾ എന്ത് ചെയ്തു? കോൺഗ്രസ് ബഹിഷ്കരിക്കുകയും ചെയ്തു. അങ്ങനെ നോക്കിക്കേ. അതേപോലെ തന്നെ 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നൊരു വിപ്ലവ സംഘടനകൾ അല്ലേ? ഇപ്പൊ നമുക്കറിയാം, ഒരു സമരം തുടരുന്നു, അത് പിൻവലിക്കുന്നു, സമരം തുടരുന്നു, പിൻവലിക്കുന്നു. ഇത് ഇങ്ങനെ തുടർച്ചയെന്നോണം. ഇപ്പൊ നിസ്സഹകരണ സമരവും ഗാന്ധിജി പിൻവലിച്ചു, നിയമലംഘന സമരവും നിസ്സഹകരണ സമരം ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി പിൻവലിച്ചു. അപ്പൊ നിയമലംഘന സമരം ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരവും നിർത്തിവെച്ചു. അങ്ങനെ ഇത് പലതവണ ഇങ്ങനെ നിർത്തിവെക്കൽ വന്നപ്പോഴാണ് ഈ സാധാരണ ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളുണ്ടല്ലോ, അവര് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നത്? അവരുടേതായിട്ടുള്ള രീതിയിൽ ഓരോ വിപ്ലവ സംഘടനകൾക്ക് രൂപം കൊടുക്കുന്നത്. അങ്ങനെ 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന ഈ വിപ്ലവ സംഘടന യുവാക്കൾ എന്ത് ചെയ്യുന്നത്? 1924 കൊണ്ടുവരുന്നത്. 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ സംഘടന അല്ലെ? പിന്നീട് 1928 ആയ സമയത്താണ് അത് HSRA ആയിട്ട് മാറുന്നത് അല്ലെ? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന രീതിയിൽ ആര് കൊണ്ടുവരുന്നത്? ഭഗത് സിംഗും കൂട്ടരും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിക്കുകയും ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ നടത്തിയ രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തികൾ HSRA അല്ലെ? HSRA രൂപീകരിച്ചത് ഭഗത് സിംഗിന്റെ ഭഗത് സിംഗും കൂട്ടരുടെയും നേതൃത്വത്തിലാണ്. അതിന്റെ രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തികൾ എന്തൊക്കെയായിരുന്നു? ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിൽ പങ്കാളിയായ സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നു. വിപ്ലവ സംഘടനകളാണ് അല്ലെ? HSRA എന്ന് പറയുന്നത് എന്താ? ഒരു വിപ്ലവ സംഘടനയാണ്. നമ്മൾ എപ്പോഴാണ് ലാലാ ലജ്പത് റായി മരിച്ചു എന്ന് പറഞ്ഞത്? ലാലാ ലജ്പത് റായി മരിച്ചു എന്ന് പറഞ്ഞില്ലേ? ആ ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജില് ആരായിരുന്നു ലാത്തി ചാർജ് ചെയ്ത് മരിച്ചത്? സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ എന്ത് ചെയ്തു? വെടിവെച്ചു കൊന്നു ഭഗത് സിംഗും കൂട്ടരും. കേന്ദ്ര നിയമ നിർമ്മാണ സഭകളിലേക്ക് ബോംബ് എറിയുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പോലീസിന്റെ പിടിയിലായി ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവർ ധീര വിപ്ലവകാരികളെ വിവിധ കേസുകളിലെ വിചാരണയ്ക്ക് ശേഷം 1931 മാർച്ച് മാസം 23 തൂക്കിലേറ്റി. അപ്പോ ഇവരുടെ വിപ്ലവ സംഘടനയ്ക്ക് ഭഗത് സിംഗും രാജ്ഗുരു, സുഖദേവ് സിംഗ് തുടങ്ങിയ വിപ്ലവ സംഘടനകളിലെ നേതാക്കന്മാർക്ക് ഒരൊറ്റ ലക്ഷ്യമായിരുന്നുള്ളൂ: ലാലാ ലജ്പത് റായിയെ ലാത്തി ചാർജിൽ കൊന്ന സാൻഡേഴ്സനെ അല്ലെ? കൊല്ലാൻ ഇടയാക്കിയ സാൻഡേഴ്സിനെ കൊല്ലുക. അതുപോലെ കേന്ദ്ര നിയമനിർമ്മാണ സഭകളിലേക്ക് ബോംബ് എറിഞ്ഞുകൊണ്ടും ഒക്കെ ഇവരെ പങ്കാളികളാകുകയും തുടർന്ന് ഇവരെ 3 പേരെയും പിടിക്കുകയും പിന്നീട് ഇവരെ തൂക്കിലേറ്റുകയുമാണ് ചെയ്തത്. എപ്പോഴാണ് ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖദേവിനെയും തൂക്കിലേറ്റിയത്? 1931 മാർച്ച് മാസം 23 അക്കാലത്തെ വിപ്ലവ പ്രവർത്തനങ്ങൾ ബംഗാളിലും സജീവമായിരുന്നു. സൂര്യ സെന്നിന്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ ചിറ്റഗോങ്ങിലെ ആയുധപ്പുര കൊള്ളയടിച്ചത് ഭരണകൂടത്തെ ഞെട്ടിച്ചു അല്ലെ? ചിറ്റഗോങ്ങിലെ ആയുധപ്പുര, ചിറ്റഗോങ്ങിലെ ആയുധപ്പുര കൊള്ളയടിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? സൂര്യ സെന്നിന്റെ നേതൃത്വത്തിലാണ്. വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും ശ്രദ്ധേയമായിരുന്നു. പ്രീതി ലത വരേധാർ, കൽപ്പന ദത്ത്, ബീനാദാസ് എന്നിവർ ഇതിലെ പ്രധാനികളായിരുന്നു. അപ്പോ ഈ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകൾ, ചിറ്റഗോങ്ങിലെ ആയുധപ്പുര സൂര്യസേനന്റെ നേതൃത്വത്തിൽ, അതേപോലെ തന്നെ സ്ത്രീകളും അതിലൊക്കെ പങ്കാളികളായിരുന്നു. ആരൊക്കെയായിരുന്നു? പ്രീതി ലത വധേദർ, കൽപ്പന ദത്ത്, പിന്നെ ബീനാദാസ്. പിന്നെ നമുക്ക് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. CSP
പി ട്ടോ. നമുക്കറിയാം 1917 റഷ്യൻ വിപ്ലവം. നമ്മൾ വേറെ പഠിച്ചു അല്ലെ, ഒന്നാം ലോക മഹായുദ്ധം എപ്പോഴാ പഠിച്ചത്? 1914 മുതൽ 1918 വരെയാണ്. രണ്ടാം ലോക മഹായുദ്ധം എപ്പോഴാ? 1939 മുതൽ 1945 വരെയാണ് അല്ലെ. റഷ്യൻ വിപ്ലവം എത്ര? 1917 അല്ലെ. റഷ്യൻ വിപ്ലവം 1917. ഫ്രഞ്ച് വിപ്ലവം എത്രയാ? 1789 അല്ലെ. 789 ഇങ്ങനെയാണ് പഠിക്കാറ് അല്ലെ. അപ്പൊ ഈ റഷ്യൻ വിപ്ലവം 1917 റഷ്യൻ വിപ്ലവത്തിന്റെ വിജയവും സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രചരണവും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. അപ്പൊ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് CSPയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ റഷ്യൻ വിപ്ലവത്തിന്റെ വിജയവും സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രചരണവും. റഷ്യ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു രാജ്യമാണ് അല്ലെ. അതേപോലെ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് ആഭിമുഖ്യമുള്ളവർ ചേർന്നായിരുന്നു CSP രൂപീകരിച്ചത്. ജയപ്രകാശ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എപ്പോഴും ചോദ്യം വരാറുള്ളതാണ്. അതിന്റെ നേതാവ് ജയപ്രകാശ് നാരായൺ ആയിരുന്നു കേട്ടോ. JP എന്ന് പറയും അല്ലേ. ജയപ്രകാശ് നാരായൺ ആയിരുന്നു അതിന്റെ ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത്. മുതലാളിത്തത്തെയും ജന്മിത്വത്തെയും എതിർത്ത് ഒരു സോഷ്യലിസ്റ്റ് സമൂഹം സ്ഥാപിക്കലായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം. കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ചർച്ചയാക്കാൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞു. മനസ്സിലായോ? സംഭവം. ആയുധങ്ങൾ വാങ്ങാനും പണം കണ്ടെത്താനായി 1925 ഓഗസ്റ്റ് മാസം 9 വിപ്ലവകാരികൾ ഉത്തർപ്രദേശിലെ ലക്നൌവിനടുത്തുള്ള കക്കോരിയിൽ വെച്ച് 8 ഡൗൺ തീവണ്ടി തടഞ്ഞ് റെയിൽവേയുടെ പണം കൈക്കലാക്കി. നിരവധി പേർ ഈ കേസിൽ അറസ്റ്റിലായി. ആരൊക്കെയായിരുന്നു? രാംപ്രസാദ് ബിസ്മിൽ, അഷ്ഫുള്ള ഖാൻ, രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ് എന്നിവർക്ക് ഈ കേസിൽ വധശിക്ഷ നൽകി. 4 പേരെ ആൻഡമാൻ ദ്വീപിലേക്ക് നാടുകടത്തി. 17 പേർക്ക് തടവ് ശിക്ഷയും ലഭിച്ചു. കക്കോരി ഗൂഢാലോചന നമുക്കറിയാം. നമ്മുടെ ഭഗത് സിംഗ് ഒക്കെ ഉള്ള സമയത്ത് ലാഹോറിൽ നടന്ന കാര്യങ്ങളാണ്. അതില് സൂര്യാസെന്നിന്റെ ആ വിപ്ലവ സംഘടനകളൊക്കെ ഉണ്ടല്ലോ, ആ വിപ്ലവ സംഘടനകളുടെ ഭാഗമായിട്ടൊക്കെ നടന്നതാണ് കേട്ടോ കക്കോരി സംഭവം. എന്താ കക്കോരി ട്രെയിൻ കവർച്ച? ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്, പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് കേട്ടോ. 1925 ഓഗസ്റ്റ് മാസം 9 കക്കോരി ട്രെയിൻ കവർച്ച നടക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓഗസ്റ്റ് 9 കേട്ടോ. ഓഗസ്റ്റ് 9 എവിടെ? ഉത്തർപ്രദേശിലെ ലക്നൌവിനടുത്തുള്ള കക്കോരിയിൽ വെച്ച്. ഉത്തർപ്രദേശിലെ ലക്നൌവിനടുത്തുള്ള കക്കോരിയിൽ വെച്ചിട്ട് 8 ഡൗൺ ട്രെയിൻ തടഞ്ഞ് റെയിൽവേയുടെ പണം കൈക്കലാക്കി. റെയിൽവേ പണം കൈക്കലാക്കിയിട്ട് ആയുധങ്ങൾ വാങ്ങിക്കാം. അതിൽ അറസ്റ്റ് ആയവര് രാംപ്രസാദ് ബിസ്മിൽ, അഷ്ഫഖുള്ള ഖാൻ, രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ്. 4 പേര് പഠിച്ചു വെക്കണം കേട്ടോ. അതേപോലെ ഇവർക്ക് 4 പേർക്കും വധശിക്ഷ നൽകുകയും 4 പേരെ ആൻഡമാൻ ദ്വീപിലേക്ക് നാട് കടത്തുകയും 17 പേർക്ക് തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്തു. ഇനി ഭഗത് സിംഗിന്റെ ആഹ്വാനം എന്തായിരുന്നു? 1931 നമുക്കറിയാം അദ്ദേഹത്തിനെ തൂക്കിലേറ്റി എന്ന് പറഞ്ഞു അല്ലെ. 31 മാർച്ച് മാസം. എപ്പോഴും ഈ മാസവും ഡേറ്റും പഠിക്കണം കേട്ടോ. മാർച്ച് 23. ഈ 31 യുവരാഷ്ട്രീയ പ്രവർത്തകർക്കുള്ള സന്ദേശത്തിൽ ഭഗത് സിംഗ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഫലത്തിൽ ഞാനൊരു ഭീകരവാദിയാണ് പ്രവർത്തിച്ചത് അല്ലെ. കാണുമ്പോൾ നമുക്ക് എന്താ ട്രെയിൻ കവർച്ചയാണെങ്കിലും മറ്റേ സുരേസെന്നിന്റെ നേതൃത്വത്തിലാണെങ്കിലും ഇവരൊക്കെ പെട്ടെന്ന് നമ്മൾ വിപ്ലവ സംഘടന എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവരൊക്കെ ഒരു തീവ്രവാദികളായിട്ട് തോന്നും, അല്ലെങ്കിൽ ഒരു ഭീകരവാദികളായിട്ട് തോന്നും. പക്ഷെ ആണോ? എന്നാൽ ഞാനൊരു ഭീകരവാദിയല്ല. എനിക്ക് സമാഹരിക്കാവുന്ന മുഴുവൻ ശക്തിയും എടുത്ത് ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാൻ ഒരു ഭീകര പ്രവർത്തകനല്ല. ഒരു പക്ഷേ എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തുടക്കത്തിൽ കുറച്ചു നാളൊഴിച്ച് ഞാൻ അങ്ങനെ ആയിരുന്നിട്ടില്ല. അത്തരം രീതികളിലൂടെ നമുക്കൊരു നേട്ടവും കൈവരിക്കാനില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മതവർഗീയത ദേശീയ പ്രസ്ഥാനത്തിനും രാഷ്ട്രത്തിനും നേരെ ഉയർത്തുന്ന അപകടത്തെ പറ്റിയും ഭഗത് സിംഗ് ബോധവാനായിരുന്നു. കോളനിവൽക്കരണം പോലെ തന്നെ അപകടമാണ് മതവർഗീയതയെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. അടുത്തത് കമലാദേവി ചതോപാധ്യായ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ജയപ്രകാശ് നാരായണന്റെ CSP എന്ന് പറഞ്ഞു അല്ലെ. ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം മുതൽ അതിന്റെ പ്രവർത്തനങ്ങളിൽ കമലാദേവി ചതോപാധ്യായ സജീവമായിരുന്നു. CSPയുടെ അധ്യക്ഷയായി പ്രവർത്തിച്ച. അപ്പൊ CSPയുടെ അധ്യക്ഷ ആരാണ്? കമലാദേവി ചതോപാധ്യായ. സെക്രട്ടറി ആരാ പറഞ്ഞത്? JP ആണ് പറഞ്ഞു അല്ലെ. അധ്യക്ഷയായി പ്രവർത്തിച്ച അവർ നിയമലംഘന സമരകാലത്തും ക്വിറ്റ് ഇന്ത്യ സമരകാലത്തും അറസ്റ്റിലാവുകയും ജയിലിൽ കഴിയുകയും ഉണ്ടായി കേട്ടോ. അപ്പൊ അവിടെ അത് ശ്രദ്ധിക്കണേ.
അതേപോലെ 1944 മുംബൈയിൽ നടന്ന വനിതാ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അവർ ഇങ്ങനെ പറഞ്ഞു: സ്ത്രീകളെ പുരുഷന്മാർക്കെതിരെ പോരാടിപ്പിക്കുകയോ സ്ത്രീകൾ പുരുഷന്മാരെ അനുകരിക്കുകയോ അല്ല വനിതാ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. സ്വന്തം കഴിവുകളെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചും വനിതകളിൽ അവബോധം സൃഷ്ടിക്കുക, മറ്റു ലിംഗവിഭാഗങ്ങളിൽ പെട്ടവരോട് ആദരവ് ഉണ്ടാക്കിയെടുക്കുക എന്നിവയാണ് അതിന്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ CSPയുടെ അധ്യക്ഷ ആരാന്ന് ചോദിച്ചാൽ കമലാദേവി ചതോപാധ്യായും CSPയുടെ സെക്രട്ടറി ആരെ എന്ന് ചോദിച്ചാൽ അത് ജയപ്രകാശ് നാരായണുമാണ്. ഓക്കെ ആണല്ലോ. 44 മുംബൈയില്, എവിടെയാണ്? മുംബൈയിൽ കേട്ടോ. മുംബൈയിൽ ഒരു വനിതാ സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി കർഷക മുന്നേറ്റങ്ങൾ നോക്കാം. സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്താൻ കർഷകരുടെ പങ്കാളിത്തം അനിവാര്യമാണെന്ന് ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾ തിരിച്ചറിഞ്ഞു. അക്കാലത്ത് കർഷകർ നിരവധി പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. എന്തൊക്കെയാണ് നേരിട്ട പ്രശ്നങ്ങൾ? അമിതമായ നികുതി, ജന്മിമാരുടെ ചൂഷണം, കുടിയൊഴിപ്പിക്കൽ. 1920കളിൽ കിസാൻ സഭകൾ രൂപീകരിച്ച് കർഷകർ സംഘടിച്ചു തുടങ്ങി. അപ്പൊ കിസാൻ സഭ രൂപീകരിച്ച വർഷം 1920. അക്കാലത്ത് ഉത്തർപ്രദേശിലെ അവധ് മേഖലയിൽ നടന്ന കർഷക മുന്നേറ്റം ഐക്യപ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് കയറി വരിക കേട്ടോ. നന്നായിട്ട് നോക്കണം കേട്ടോ. 1936 അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചത് കർഷക പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു. 1940കളിൽ നടന്ന കർഷക സമരങ്ങൾ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് സഹായിച്ച പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. പിൽക്കാല കർഷക സമരങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ബംഗാളിലെ തേബാഗ സമരം, ആന്ധ്രയിലെ തെലങ്കാന സമരം തുടങ്ങിയവ. അപ്പൊ തേബാഗ സമരം നടന്നത് പശ്ചിമ ബംഗാൾ, തെലങ്കാന സമരം ആന്ധ്രയിലാണ്. 1920 കിസാൻ സഭകൾ രൂപീകരിക്കപ്പെട്ടു. ശ്രദ്ധിക്കണേ കേട്ടോ. കിസാൻ സഭകൾ രൂപീകരിക്കണം. എവിടെയാണ് കർഷക മുന്നേറ്റം നടന്നത്? ഉത്തർപ്രദേശിലെ അവധിലാണ് കർഷക മുന്നേറ്റം നടന്നത്. ഐക്യ പ്രസ്ഥാനം എന്നാണ് അത് അറിയപ്പെട്ടത്. പിന്നെ 1936 അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭകൾ രൂപീകരിച്ചു. ഇനി 40 കർഷക സമരങ്ങൾ എന്ത് ചെയ്തു? 40 കർഷക സമരങ്ങൾ നടന്ന വർഷം 1940. ഓക്കെ ആണോ? ഈ വർഷങ്ങൾ ഓർക്കാം. ആധുനിക വ്യവസായശാലകൾ നിലവിൽ വന്നതോടെ ഒരു ആധുനിക തൊഴിലാളി വർഗം ഇന്ത്യയിൽ രൂപപ്പെട്ടു. തൊഴിലാളികളുടെ പ്രധാന പ്രശ്നങ്ങളായിരുന്നു അല്ലെ. ഇനി നോക്കിക്കേ, ഇതൊന്ന് നോക്കണം. നമ്മൾ ഈ തേബാഗ ചായ കേട്ടോ. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ 46-47 കാലത്താണ് തേബാഗ സമരം നടന്നത്. മറക്കരുതേ, തേബാഗയും പശ്ചിമ ബംഗാളും PSCക്ക് ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. വർഷം പഠിച്ചോ. 46-47 നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന വർഷങ്ങളാണ് കേട്ടോ. 46-47 കാലത്ത് തേബാഗ സമരം നടന്നത്. ജോത്തേദാർമാർക്ക് എതിരെയായിരുന്നു. ഭൂപ്രഭുക്കളായ ആർക്കാണ്? ജോത്തേദാർമാർക്ക് എതിരെയായിരുന്നു കർഷകരുടെ സമരം. വിളവ് രണ്ടായി ഭാഗിച്ച് ഒരു ഭാഗം ജോത്തേദാർമാർക്ക് നൽകുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. വിളവിനെ 3ആയി ഭാഗിക്കണമെന്നും 2 ഭാഗം തങ്ങൾക്ക് ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട കർഷകർ നടത്തിയ സമരത്തിലെ മുദ്രാവാക്യമായിരുന്നു തേബാഗ ചായി. തേബാഗ ചായി, 3/2 ഭാഗം ഞങ്ങൾക്ക് വേണം, വി വാണ്ട് 2/3 ഷെയർ എന്നത് കേട്ടോ. അടുത്ത നാവിക കലാപം. അതേപോലെ തന്നെ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇത് അതിന്റെ ബാക്കിയാണ്. കുറഞ്ഞ കൂലി, നമ്മൾ വ്യവസായശാലകളൊക്കെ തുറന്നു പറഞ്ഞല്ലോ. കുറഞ്ഞ കൂലി, കൂടുതൽ ജോലി സമയം, അതേപോലെ തന്നെ സ്ത്രീ ബാല തൊഴിലാളികൾ നേരിട്ട ചൂഷണം, ഇതൊക്കെ ഇന്ന് കർഷകർ നേരിട്ട പ്രശ്നങ്ങളിൽ പെടുന്നതാണ് കേട്ടോ. അതേപോലെ ഇത് എപ്പോഴും ചോദ്യ മേഖലയാണ്. AITUC, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, അതിന്റെ ഫുൾ ഫോം ആയിരുന്നു ദേശീയ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന. ശ്രദ്ധിക്കണേ, വെരി ഇമ്പോർട്ടന്റ്. ദേശീയാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന ഏതാണ്? AITUC ആണ്. രണ്ടാം ലോക യുദ്ധാനന്തര കാലത്ത്, രണ്ടാം ലോക യുദ്ധാനന്തരം 1939-45 കാലഘട്ടമാണ് രണ്ടാം ലോക യുദ്ധം നടക്കുന്നത്. റെയിൽവേ, കമ്പിത്തപാൽ തൊഴിലാളികളുടെ പണിമുടക്ക് സമരങ്ങൾ ഇന്ത്യയെ പിടിച്ചുകുലുക്കി. 46 റോയൽ ഇന്ത്യൻ നേവി RIN കലാപത്തിന് പിന്തുണയുമായി തൊഴിലാളികൾ ബോംബെയിൽ നടത്തിയ പണിമുടക്ക് സംഘർഷത്തിലാണ് അവസാനിച്ചത്. അപ്പൊ ദേശീയാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന AITUC-ന്റെ ഫുൾ ഫോം ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്നതാണ്. 46 റോയൽ ഇന്ത്യൻ നേവിയിലെ കലാപത്തിന് പിന്തുണയുമായിട്ട് തൊഴിലാളികൾ. അപ്പൊ റോയൽ ഇന്ത്യൻ കലാപം 1946.
ഇനി നാവിക കലാപം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാവിക സൈന്യമായിരുന്നു റോയൽ ഇന്ത്യൻ നേവി ട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാവിക സൈന്യമായിരുന്നു റോയൽ ഇന്ത്യൻ നേവി. റോയൽ ഇന്ത്യൻ RIN. 46 ഫെബ്രുവരിയിൽ റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കലാപം നടത്തി. 1946 ഫെബ്രുവരി 18 മുംബൈയിൽ തൽവാർ എന്ന കപ്പലിൽ ആരംഭിച്ച കലാപം. അപ്പോ വർഷം, മാസം, ഡേറ്റ് പഠിച്ചോ. 1946 ഫെബ്രുവരി മാസം 18 തീയതി മുംബൈയില് തൽവാർ എന്ന കപ്പലിൽ ആരംഭിച്ചതാണ് നാവിക കലാപം. അതൊക്കെ നാവിക കലാപം എന്ന് പറയുന്നത് RIN. നാവിക കലാപത്തിന്റെ മറ്റൊരു പേരാണ് RIN. RIN എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നാവിക സൈന്യമായിരുന്നു അല്ലെ, റോയൽ ഇന്ത്യൻ നേവി. അതുകൊണ്ടാണ് ആ നേവി എന്നതുകൊണ്ടാണ്, നാവിക സൈന്യം ആയിരുന്നത് കൊണ്ടാണ് ആ കലാപത്തിന് നാവിക കലാപം എന്നും അറിയപ്പെടുന്നത്. കലാപകാരികൾ ബ്രിട്ടീഷ് പതാകകൾ അഴിച്ചു മാറ്റി പകരം കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പതാകകൾ ഉയർത്തി. മറ്റു നാവിക കേന്ദ്രങ്ങളിലേക്കും വ്യാപിച്ച കലാപത്തെ സൈനിക ശക്തി ഉപയോഗിച്ചിട്ടുമാണ് അടിച്ചമർത്തിയത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക അല്ലെ. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. 1945 അല്ലെ. ഇന്ത്യയുടെ പിന്തുണ ബ്രിട്ടന് അനിവാര്യമായി മാറിയില്ലേ, നേരെ തിരിഞ്ഞു വന്നൂല്ലേ, ഇന്ത്യയുടെ പിന്തുണ ആവശ്യമായി വന്നു. ഇതിനായി സർ സ്റ്റാഫോർഡ് ക്രിപ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നത് കേട്ടോ. സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലെത്തി. എന്നാൽ ഇന്ത്യയിൽ നേതാക്കന്മാരെ ചർച്ചകളിലൂടെ അനുനയിപ്പിക്കുന്നതിൽ സ്റ്റാഫോർഡ് ക്രിപ്സ് പരാജയപ്പെട്ടു. ഇതോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാനത്തെ ബഹുജന സമരത്തിന് മുന്നേറ്റമായി. ഗാന്ധിജിയുടെ അവസാനത്തെ ബഹുജന സമരം എപ്പോഴാണ്? 42 ക്വിറ്റ് ഇന്ത്യ സമരം. ചോദിക്കാറില്ലേ PSC? ഗാന്ധിജിയുടെ അവസാനത്തെ ബഹുജന സമരം തുടക്കമായി. എന്തുകൊണ്ടാ തുടക്കം വരാൻ കാരണം? സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലെത്തി ചർച്ചകളിലൂടെ ഇന്ത്യൻ നേതാക്കന്മാരെ അനുനയിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടത് കൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് ഗാന്ധിജി ഒരുങ്ങുന്നത്. ഇതാ ഒരു മന്ത്രം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് നിങ്ങൾ ഹൃദയത്തിൽ പതിപ്പിക്കണം. ഓരോ ശ്വാസത്തിലും അതിന് ആവിഷ്കാരം നൽകണം. മന്ത്രം ഇതാണ്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രയാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. സ്ഥിരമായ അടിമത്തം കാണാൻ നമ്മൾ ജീവനോടെ ബാക്കിയാവില്ല. ആരാ പറഞ്ഞ? ഗാന്ധിജിയുടെ വാക്കുകളാണ് അല്ലെ. ഡു ഓർ ഡൈ. 1942 ഓഗസ്റ്റ് മാസം 8, വെരി വെരി ഇമ്പോർട്ടന്റ് മാസം, ഡേറ്റ്. മുംബൈയിൽ നടന്ന ബഹുജന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഗാന്ധിജി നടത്തിയ പ്രസംഗത്തിലെ ഭാഗമാണ്. കണ്ടോ? 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരം അല്ലേ. ആ സമയത്ത് മുംബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് മുംബൈയിൽ വെച്ചിട്ടാണ്. 42 മുംബൈയിൽ സമ്മേളനം, അതിലെ പ്രസംഗത്തിലെ ഭാഗമാണ്. ഇതോടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കമായി. ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിലിലായിട്ടും സമരം രാജ്യം മുഴുവൻ വ്യാപിക്കുകയും വിദ്യാർത്ഥികളും യുവജനങ്ങളും തൊഴിലാളികളും സ്ത്രീകളും എല്ലാം സമരത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. പോസ്റ്റ് ഓഫീസുകൾ, കമ്പിത്തപാൽ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ ആക്രമിക്കപ്പെട്ടു. ജയപ്രകാശ് നാരായണൻ, വെരി ഇമ്പോർട്ടന്റ്, അടുത്ത ഏരിയ, ജയപ്രകാശ് നാരായണൻ, റാം മനോഹർ ലോഹ്യ, അരുണ അസഫ് അലി, സുചേത കൃപലാനി തുടങ്ങിയവർ ഒളിവിൽ നിന്നുകൊണ്ട് സമരം നയിച്ചു. JP റാം മനോഹർ, JP നമ്മൾ നേരത്തെ പറഞ്ഞ CSPയുടെ സെക്രട്ടറി പറഞ്ഞില്ലേ, അതേപോലെ റാം മനോഹർ ലോഹ്യ, അരുണ ആസഫ് അലി, സുചേത കൃപലാനി തുടങ്ങിയവർ ഒളിവിൽ നിന്ന് സമരം നയിക്കുകയും ബോംബെ നഗരത്തിൽ നിന്ന് രഹസ്യമായി സംപ്രേഷണം ചെയ്ത കോൺഗ്രസ് റേഡിയോ വഴി നേതാക്കന്മാർ സമരക്കാരോട് സംസാരിക്കുകയും ചെയ്തു. കണ്ടോ? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബോംബെയിൽ, ഇന്നത്തെ മുംബൈയിൽ സ്ത്രീകളുടെ ജാഥ. കണ്ടോ? സമരം പലയിടത്തും അക്രമത്തിലേക്ക് എത്തിയപ്പോഴും അക്രമങ്ങളെ അപലപിക്കാൻ ഗാന്ധിജി തയ്യാറായില്ല. ഭരണകൂടത്തിന്റെ അക്രമമാണ് ജനങ്ങളെ കാരണം ഇതിനു മുമ്പൊക്കെ നടന്ന അക്രമം ശക്തമാകുന്ന സമയത്ത് ഗാന്ധിജി അപ്പൊ സമരം പിൻവലിക്കും. പക്ഷെ ഇവിടെ ഗാന്ധിജി എന്ത് ചെയ്തില്ല? അതിന് തയ്യാറായില്ല. കാരണം ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ അക്രമമാണ് ജനങ്ങളെ ഇങ്ങനെ പ്രകോപിപ്പിച്ചതെന്ന് ഗാന്ധിജി മനസ്സിലാക്കി. അത് ഗാന്ധിജിയുടെ നിലപാടിലേക്ക് എത്തുകയും അക്രമത്തെ അപലപിക്കണമെന്ന സർക്കാരിന്റെ നിർബന്ധത്തിന് വഴങ്ങാതെ, കാരണം അല്ലെ, അക്രമത്തെ അപലപിക്കണം എന്ന സർക്കാരിന്റെ നിർബന്ധത്തിന് ഗാന്ധിജി വഴങ്ങിക്കൊടുത്തില്ല. ഇതിൽ നിന്നും ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരം പിൻവലിച്ചതാണെങ്കിൽ നമുക്ക് 47 സ്വാതന്ത്ര്യം കിട്ടില്ലായിരുന്നു അല്ലെ. ശരിയല്ലേ? ഗാന്ധിജി ജയിലിൽ 21 ദിവസത്തെ നിരാഹാരം പ്രഖ്യാപിച്ചു. ഗാന്ധിജിയെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അന്തർദേശീയ പത്രങ്ങൾ രംഗത്ത് വന്നു. എന്നാൽ എല്ലാറ്റിനെയും അതിജീവിച്ച ഗാന്ധിജി നിരാഹാര വ്രതം പൂർത്തിയാക്കി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ചില പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടിരുന്നു. അവിടങ്ങളിൽ താൽക്കാലിക ഭരണകൂടങ്ങൾ സ്ഥാപിക്കപ്പെടുകയും
അതേപോലെ ബല്യ, സതാറ, താംലൂക്ക് നോക്കാം. ഉത്തർപ്രദേശിലെ ബല്യയിൽ ചിട്ടു പാണ്ഡെയുടെ നേതൃത്വത്തിൽ സമാന്തര നമ്മൾ പറഞ്ഞില്ലേ അവിടെ എവിടെയായിട്ട് ഭരണകൂടങ്ങൾ സ്ഥാപിക്കപ്പെട്ടു എന്ന് പറയില്ലേ. അപ്പൊ എവിടെയാണ്? ഉത്തർപ്രദേശില് ബല്യാട്ടോ. ഉത്തർപ്രദേശിലെ ബല്യയിൽ ആരാണ്? ചിട്ടു പാണ്ഡെ. മറക്കരുത്. ഉത്തർപ്രദേശ് ബല്യ, ചിട്ടു പാണ്ഡെ. സത്താറ എവിടെയാ? മഹാരാഷ്ട്രയില് നാനാ പാട്ടീലിന്റെ നേതൃത്വത്തിൽ കേട്ടോ. നാനാ പാട്ടീൽ 45 വരെ ഭരണം. ഇനി താംലൂക്ക് എവിടെയാ? ബംഗാളിലെ താംലൂക്കിൽ നിലവിൽ വന്ന ഭരണകൂടം 1 വർഷക്കാലം വരെ തുടർന്നു. വിദ്യാലയങ്ങൾക്ക് സഹായം നൽകിയും കോടതികൾ സ്ഥാപിച്ചും മിച്ചമുള്ള ധാന്യം ദരിദ്രർക്ക് നൽകിയും ഭരണകൂടം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. അപ്പൊ ബല്യ, ഉത്തർപ്രദേശിലെ ബല്യ ചിട്ടു പാണ്ഡെ. സതാറ മഹാരാഷ്ട്രയിലാണ് നാനാ പാട്ടീലിന്റെ നേതൃത്വത്തിൽ. താംലൂക്ക് എവിടെയാ? ബംഗാള്. സ്വാതന്ത്ര്യം എന്നത് അടിയന്തര ലക്ഷ്യമാക്കി മാറ്റുക എന്നതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പ്രാധാന്യം. അധികാര കൈമാറ്റം അനിവാര്യമായി. തുടർന്നുള്ള സംഭവ വികാസങ്ങൾ ഇക്കാര്യം അടിവരയിട്ടു. ഇനി ഡൽഹി ചലോ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള അവസാന യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹങ്ങൾ തേടുകയാണ്. 1944. മറക്കരുത് മക്കളെ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പുതിയ SSCRT ചോദ്യങ്ങളുടെ പെരുമഴക്കാലം ഇപ്പോഴേ വന്നു തുടങ്ങി. അടുത്ത എക്സാമുകളിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കയറും. 1944 ജൂലൈ മാസം 6-ാം തീയതിയിലെ ജൂലൈ 6-ന് ആസാദ് ഹിന്ദ് റേഡിയോ വഴി സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലെ വാക്കുകളാണ്. സുഭാഷ് ചന്ദ്രബോസ് 1944 ജൂലൈ 6-ന് ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള അവസാന യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായിട്ടുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹങ്ങൾ തേടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ അദ്ദേഹം പ്രസംഗിച്ചതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി തികച്ചും വേറിട്ട വഴി സ്വീകരിച്ച നേതാവായിരുന്നു ആര്? സുഭാഷ് ചന്ദ്രബോസ്. 2 തവണ കോൺഗ്രസിന്റെ പ്രസിഡന്റായ സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ INCയുടെ എത്ര തവണ പ്രസിഡന്റ് ആയിട്ടുണ്ട് സുഭാഷ് ചന്ദ്രബോസ്? 2 തവണ. പിന്നീട് ഗാന്ധിജിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നിട്ട് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി രൂപീകരിച്ചു. നമുക്കറിയാം നിസ്സഹകരണ സമരം നല്ല രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൗരി ചൗര സംഭവം 22-ൽ വരികയും ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. അല്ലെ? ഗാന്ധിജിയുടെ ആ പിൻവലിക്കലിനെ വളരെയധികം എതിർക്കുകയും അദ്ദേഹത്തിന് അത് വളരെയധികം സങ്കടം തോന്നുകയും ചെയ്ത ഒരു അവസ്ഥയുണ്ടായി. അപ്പൊ ഗാന്ധിജി അതിൽ നിന്നൊക്കെ വിട്ടിട്ടായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ നയം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുമായിട്ടുള്ള കുറെ അഭിപ്രായ വ്യത്യാസങ്ങൾ സുഭാഷ് ചന്ദ്രബോസിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ വേണ്ട, ഇനി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് സ്വന്തമായിട്ട് ഒരു പാർട്ടി രൂപീകരിക്കാം. ആ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി. അപ്പൊ ഫോർവേഡ് ബ്ലോക്ക് ആരാണ് പാർട്ടി രൂപീകരിച്ചത്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇനി നമുക്ക് ഇന്ത്യൻ നാഷണൽ ആർമിയെ നോക്കാം. ഇന്ത്യൻ നാഷണൽ ആർമിയിലെ അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിന്റെ ബാലൻസ് വായിക്കാം. 2-ാം ലോക മഹായുദ്ധ കാലത്ത് സിംഗപ്പൂരിലെത്തിയ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. കണ്ടോ? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം INAയുടെ നേതൃത്വം ഏറ്റെടുത്ത നേതൃത്വമാണ്. ഇത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയയാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ. പക്ഷെ INAയുടെ രൂപീകരണം ആരാണെന്നുള്ളത് നമുക്ക് പഠിക്കാം കേട്ടോ. INAയെ പുനഃസംഘടിപ്പിച്ച അദ്ദേഹം ജപ്പാൻ പട്ടാളത്തോടൊപ്പം ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്തു. ഇതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഏത് പട്ടാളം എന്ന് ചോദിക്കാറുണ്ട്. ജപ്പാനാണ് കേട്ടോ. അദ്ദേഹം ജപ്പാൻ പട്ടാളത്തോടൊപ്പം ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്തു. എന്നാൽ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കനത്ത ചെറുത്തുനിൽപ്പിനെ മറികടക്കാൻ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്ക് കഴിഞ്ഞില്ല. മനസ്സിലായോ? ലക്ഷ്യം നേടുന്നതിൽ വേണ്ടത്ര വിജയിച്ചില്ലെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാന ഘട്ടത്തിന് ജനങ്ങളിൽ ആവേശം സൃഷ്ടിക്കാൻ INAക്ക് കഴിഞ്ഞു. 2-ാം ലോക മഹായുദ്ധം അവസാനിച്ചതിനു ശേഷം ബ്രിട്ടീഷുകാർ പിടികൂടിയ INA ഭടന്മാരെ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച് വിചാരണ ചെയ്തു. കേണൽ പ്രേം സൈഗാൾ. കേണൽ നമുക്ക് നോക്കാം കേട്ടോ. ആരൊക്കെയാണ് നമ്മുടെ INAയില് ഡൽഹി ചെങ്കോട്ടയിൽ വെച്ചിട്ട് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ഉണ്ടായിരുന്ന അവരെ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച് വിചാരണ ചെയ്യുന്നുണ്ട്. അതായിരിക്കും നമുക്ക് നോക്കാം. അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമി എന്താന്ന് നോക്കാം. ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളത്തിൽ ഓഫീസറായിരുന്ന മോഹൻ സിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്തത്. ഇതെപ്പോഴും ചോദ്യം നമുക്ക് എക്സാം ഹാളിൽ ഒരു കൺഫ്യൂഷൻ വരുന്നതാണ്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് മോഹൻ സിംഗ് ആണ്. പെട്ടെന്ന് നമ്മൾ INA പറയുമ്പോൾ സുഭാഷ് ചന്ദ്രബോസിന് വരും. അല്ല, അതിന്റെ നേതൃത്വം ഏറ്റെടുത്തത് അല്ലേ? ആ സംഘടന രൂപീകരിച്ച ശേഷം അതിന്റെ നേതൃത്വം ഏറ്റെടുത്ത വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. പക്ഷെ രൂപീകരണത്തിലേക്ക് മുൻകൈ എടുത്തത് മോഹൻ സിംഗ് ആണ്.
പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് INA നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. INA പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ വലുതായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റാണി ഝാൻസി റെജിമെന്റ് എന്ന പേരിൽ വനിതാ വിഭാഗവും പ്രവർത്തിച്ചിരുന്നു. അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം ഏത്? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. റാണി ഝാൻസി റെജിമെന്റ്. ഇതിന് നേതൃത്വം നൽകിയത് മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. INA മറ്റൊരു മലയാളിയായിരുന്നു ബക്കം അബ്ദുൽ ഖാദർ. അതേ ചോദ്യമാണ്. INA ഇന്ത്യൻ ആർമിയിൽ അംഗമായിരുന്ന മലയാളി ബക്കം അബ്ദുൽ ഖാദർ. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പിടികൂടി തൂക്കിലേറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ കേണൽ പ്രൈം സൈഗാൾ, കേണൽ GS ധില്ലൻ, ഷാനവാസ് ഖാൻ തുടങ്ങിയവരെ വിചാരണ ചെയ്യുന്നതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ രാജ്യം സാക്ഷ്യം വഹിച്ചു. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ വിചാരണ വേളയിൽ കോടതിയിലെത്തി. ദേശദ്രോഹികളല്ല ദേശാഭിമാനികൾ എന്ന പേരിൽ ലഘുലേഖകൾ പ്രചരിപ്പിക്കപ്പെട്ടു. യുദ്ധാനന്തര കാലത്തെ ബ്രിട്ടീഷ് ഭരണകൂടം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു INA ഭടന്മാരുടെ വിചാരണയ്ക്കെതിരെ നടന്ന പ്രക്ഷോഭങ്ങൾ ട്ടോ. അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് മോഹൻ സിംഗ് ആണ്. അതിന് നേതൃത്വം ഏറ്റെടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. INA വനിതാ വിഭാഗമാണ് ഝാൻസി റെജിമെന്റ്, റാണി ഝാൻസി റെജിമെന്റ് എന്ന് പറയുന്നത്. അതേപോലെ വനിതാ വിഭാഗത്തിന്റെ ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ ആയിരുന്നു. INA അംഗമായ മലയാളി ബക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരുന്നു. അത് അവിടെ പഠിച്ചല്ലോ. അത്രയും കാര്യങ്ങൾ അവിടെ ഒക്കെ. പിന്നെ INA വിചാരണ നേരിട്ടവരൊക്കെയാണ് പ്രേം സൈഗാള്, ധില്ലൻ, ഷാനവാസ് ഖാൻ ട്ടോ. അതേപോലെ ദേശദ്രോഹികളല്ല ദേശാഭിമാനികൾ എന്ന പേരില് ലഘുലേഖകളൊക്കെ പ്രചരിപ്പിക്കപ്പെടുകയും ബ്രിട്ടീഷ് ഭരണകൂടം നേരിട്ട ഏറ്റവും വലിയ യുദ്ധാനന്തര കാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു INA ഭടന്മാരുടെ വിചാരണയ്ക്കെതിരെ നടന്ന പ്രക്ഷോഭങ്ങൾ. അങ്ങനെ കഴിഞ്ഞു. നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിപ്പെട്ടുകയാണ് ട്ടോ. എത്താണ്. രണ്ടാം ലോക മഹായുദ്ധവും മാറിയ അന്താരാഷ്ട്ര സാഹചര്യങ്ങളും സ്വാതന്ത്ര്യത്തേക്കുള്ള യാത്ര വേഗത്തിലാക്കി. അന്നത്തെ വൈസ്രോയി ആയിരുന്ന വേവൽ പ്രഭു ഇന്ത്യയിലെ നേതാക്കളുമായി ചർച്ചകൾ നടത്തി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. വേവൽ പ്ലാൻ വരികയാണ്. 45 ജൂൺ മാസത്തിൽ സിംലയിൽ യോഗം വിളിച്ചെങ്കിലും, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, 45 ജൂൺ മാസത്തിൽ സിംലയിൽ യോഗം വിളിച്ചെങ്കിലും അത് വേണ്ടത്ര ഫലം കണ്ടില്ല. സിംല സമ്മേളനത്തിന് ശേഷമുണ്ടായ മറ്റു ചില സുപ്രധാന സംഭവങ്ങൾ ചുവടെ പറയുന്നു. നമുക്ക് നോക്കാം. ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ച് മാസം ട്ടോ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരികയാണ്. കാരണം സിംലി വെച്ചിട്ട് വേവൽ പ്ലാൻ എന്താണ് അത് ശരിയായി നടന്നില്ല അല്ലെ. അങ്ങനെ വീണ്ടും ക്യാബിനറ്റ് മിഷൻ 46 മാർച്ചിൽ വരികയാണ്. അധികാര കൈമാറ്റം ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ 3 അംഗങ്ങൾ ഉൾപ്പെട്ട കമ്മീഷൻ സ്റ്റാഫോർഡ് ക്രിപ്സ്, പെറ്റിക് ലോറൻസ്, AV അലക്സാണ്ടർ എന്നിവരായിരുന്നു അംഗങ്ങൾ. അപ്പോൾ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? സ്റ്റാഫോർഡ് ക്രിപ്സ്, പെറ്റിക് ലോറൻസ്, AV അലക്സാണ്ടർ. അതിന്റെ നേതാവ് സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു കേട്ടോ. അധികാര കൈമാറ്റം നടക്കുന്നത് വരെ ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക, ഇന്ത്യക്കായിട്ട് ഭരണഘടന തയ്യാറാക്കൽ, ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുക എന്നിവയായിരുന്നു പ്രധാന നിർദ്ദേശങ്ങൾ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്, ഭരണഘടന രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ ഏതാന്ന് ചോദിക്കാറുണ്ട്. ക്യാബിനറ്റ് മിഷൻ ആണ് കേട്ടോ. ഭരണഘടനാ രൂപീകരണത്തിലേക്ക് നമ്മുടെ ഇന്ത്യ എത്തിപ്പെട്ടത് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് കേട്ടോ. അധികാര കൈമാറ്റം നടക്കുന്നത് വരെ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കാൻ 46-ൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ഒക്കെ ആയിരുന്നില്ലേ. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് പട്ടേൽ ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അങ്ങനെ ഇന്ത്യക്കായിട്ട് ഭരണഘടന തയ്യാറാക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുക എന്നിവയൊക്കെയായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശങ്ങൾ. 46 മാർച്ച്. അത് കഴിഞ്ഞു. മൗണ്ട് ബാറ്റൻ പദ്ധതി 47 ജൂൺ 3-ന്. വെരി ഇമ്പോർട്ടന്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ മുന്നോട്ട് വെച്ച പദ്ധതി. അപ്പൊ ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൻ. രാജ്യത്തെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ 2ആയി വിഭജിച്ച് സ്വാതന്ത്ര്യം കൈമാറാൻ നിർദ്ദേശിച്ചു അല്ലേ. അവിടെ തുടങ്ങിയില്ലേ വീണ്ടും അംഗം. മൗണ്ട് ബാറ്റൻ പദ്ധതി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം 47 ഓഗസ്റ്റ് 15. ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവസാനം നോക്കാം. 1947 ജൂലൈ മാസം 18 വെള്ളിയാഴ്ച. ഇത് മാസം വിത്ത് ഡേറ്റ് പഠിച്ചോളണം കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ജൂലൈ 18 ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഉപരിസഭയായ
പ്രഭുസഭയുടെ, നമ്മുടെ ഇപ്പോഴത്തെ ഉപരിസഭ ഏതാ? രാജ്യസഭ അല്ലെ. ഇപ്പോഴത്തെ ഉപരിസഭ രാജ്യസഭയാണ്. അന്ന് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഉപരിസഭയായ പ്രഭുസഭയുടെ വലിയ മേശമേൽ രാജാവ് ജോർജ് ആറാമന്റെ അനുമതിക്കായിട്ട്, ഓപ്ഷനില് ജോർജ് 3, 4, 5 ഒക്കെ ഉണ്ടാവുകയെ, ജോർജ് 6 കേട്ടോ. ജോർജ് ആറാമന്റെ അനുമതിക്കായിട്ട് ബില്ലുകൾ അടുക്കി വെച്ചിരുന്നു. മേശയുടെ ഒരു വശത്തെ രാജാവിന്റെ പ്രതിനിധിയായ ഗുമസ്തനും മറുവശത്തെ പാർലമെന്റിന്റെ പ്രതിനിധിയും സന്നിഹിതരായിരുന്നു. പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഹൗസ് ഓഫ് കോമൺസിൽ നിന്ന്, അതായത് ഹൗസ് ഓഫ് കോമൺസ് പറയുമ്പോൾ ഉപരിസഭയിൽ നിന്ന് 30 അംഗ സംഘം അവിടെ എത്തിയിരുന്നു. ആരുടെ നേതൃത്വത്തിലാണ്? അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന ക്ലമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ. പാർലമെന്റിന്റെ പ്രതിനിധിയായ ഗുമസ്തൻ ഒരു ബില്ല് കയ്യിലെടുത്ത് ഇങ്ങനെ വായിച്ചു: സൗത്ത് മെട്രോപൊളിറ്റൻ ഗ്യാസ് ബിൽ. രാജാവിന്റെ പ്രതിനിധി മറുപടി നൽകി. എന്താണ്? രാജാവ് ഇത് അംഗീകരിക്കുന്നു അല്ലെ, അന്നത്തെ ആ ഒരു ഭാഷ അല്ലെ. പാർലമെന്റിന്റെ പ്രതിനിധി അടുത്ത ബില്ല് കയ്യിലെടുത്തു. ദ ഫെലിക്സ് സ്റ്റോവ് പിയർ ബിൽ. രാജാവിന്റെ പ്രതിനിധി എന്താണ്? ഇതും രാജാവ് അംഗീകരിച്ചു എന്ന് പറഞ്ഞു. പാർലമെന്റിന്റെ പ്രതിനിധി മറ്റൊരു ബില്ല് കയ്യിലെടുത്തു, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല്. കണ്ടോ? അതും ഹാളിൽ രാജപ്രതിനിധിയുടെ ശബ്ദം മുഴങ്ങി. ഇന്ത്യ സ്വതന്ത്രമായി, ബ്രിട്ടീഷ് ഭരണം ചരിത്രത്തിന്റെ ഭാഗമായി. കണ്ടോ? ആധുനിക ലോകം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. വർഷങ്ങൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരം എക്കാലത്തും ചില മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചിരുന്നതായി കാണാം. അഹിംസ, ജനാധിപത്യം, ദേശീയ ഐക്യം, മതേതരത്വം, ബഹുസ്വരത, സാമൂഹ്യനീതി, സാമ്പത്തിക സ്വയം പര്യാപ്തത എന്നിവ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് വെച്ച മൂല്യങ്ങളിൽ ചിലതാണ്. ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും പങ്കാളികളാകേണ്ടത്. അപ്പൊ നമ്മൾ എവിടെ മുതൽ എവിടം വരെ പഠിച്ചു അല്ലെ? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തില് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ ഘടകങ്ങളും ഈ ഒരൊറ്റ ലെസണിൽ നമ്മൾ പഠിച്ചു. ഇപ്പൊ സാധാരണ നമ്മൾ പഠിക്കാം, ഒരു ദിവസം ഇരുന്ന് ബർദോളി കർഷക സമരം പഠിക്കും, ഒരു ദിവസം ഇരുന്ന് നിസ്സഹകരണ സമരം പഠിക്കും, ഒരു ദിവസം ഇരുന്ന് ചൗരി ചൗര സംഭവം പഠിക്കും. അല്ല, ഒരൊറ്റ ക്ലാസ്സിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അവിടെ കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഉണ്ടാകണം. ഓരോ ലെസൺസ് നമ്മൾ ബയോളജി 5ാം ക്ലാസ്സിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ആ ലെസൺസ് തുടർന്ന് വരും കേട്ടോ. കൂടെ നിന്ന് സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.